ഹലോ ഡിയേഴ്സ്, നമ്മൾ മഹാഭാരത എന്ന് പറയുന്ന എപ്പിക്ക് BGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ ഇതൊരു ബ്രോഡ് എപ്പിക്കാണ്, നമുക്കറിയാം. ഏതാണ്ട് 2 lakh ഓൾമോസ്റ്റ് 2 lakh വേഴ്സസ് വരുന്ന ഒരു എപ്പിക്കാണ്. ഒരുപാട് നരേറ്റീവ്സ് ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ അതിൻ്റെ ഫാമിലി ട്രീ ഒക്കെ ബ്രോഡാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫാദേഴ്സ്, ഡിഫറെൻറ്റ് മദേഴ്സ്. സോ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ബിക്കോസ് യുവർ എക്സാമിനേഷൻ ഈസ് അറൗണ്ട് ദ കോർണർ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ചെറിയൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മഹാഭാരത എന്നുള്ള എപ്പിക്കിൽ ഒരു ഡിനാസ്റ്റിയെ പറയുന്നുണ്ട്. ആ ഡിനാസ്റ്റിൻ്റെ പേരാണ് കുരു ഡിനാസ്റ്റി എന്ന് പറയുന്നത്. കുരു ഡിനാസ്റ്റി, KURU സ്പേസ് DYNASTY. ഓക്കെ, കുരു ഡിനാസ്റ്റി. അപ്പോൾ കുരു ഡിനാസ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവരുടെ ഒരു ഫാമിലി പാട്രിയാർക്കിൻ്റെ പേരായിരുന്നു കിങ് ശാന്തനു. ഓക്കെ, കിങ് ശാന്തനു എന്ന് പറയുന്ന ആൾ. അപ്പോൾ കിങ് ശാന്തനുവിൻ്റെ പരമ്പരയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട്. ഓക്കെ, ഇതിൽ 2 പരമ്പരയായിട്ട് പറയുന്നത്, ഒന്ന് 2 വിഭാഗങ്ങളായിട്ട്, ഒന്ന് പാണ്ഡവാസ്, മറ്റേത് കൗരവാസ്. ഓക്കെ, പാണ്ഡവാസ് ആൻഡ് കൗരവാസ്, KURAUVAUS. ഓക്കെ, കൗരവാസ്, KAURAVAUS. അപ്പോൾ ഇവരാണ് 2 വിഭാഗങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൽ പാണ്ഡവാസിൽ നമ്മുടെ ഇതായിട്ട്, അതായത് ഫാമിലി പാട്രിയാർക്കായിട്ട് പാണ്ഡു എന്ന് പറയുന്ന ആൾ വരുന്നത്. പാണ്ഡു. ഓക്കെ, പാണ്ഡു. അപ്പോൾ പാണ്ഡുവിൻ്റെ 2 വൈഫുമാരാണ് കുന്തി ആൻഡ് മാദ്രി. കുന്തി ആൻഡ് മാദ്രി, KUNTI. ഓക്കെ, മാദ്രി MADRI. 2 ഭാര്യമാരാണ്. ഓക്കെ, അതിൽ ഒരുപാട് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 5 മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാടൊന്നുമില്ല, 5 മക്കളാണ്. അതിൽ മക്കളിൽ ഏറ്റവും മൂത്തത് യുധിഷ്ഠിര. ഓക്കെ, യുധിഷ്ഠിരയാണ്. YUDHISHTRA. ഓക്കെ, യുധിഷ്ഠിര, THIR, യുധിഷ്ഠിര. പിന്നെ അവരുടെ ബ്രദേഴ്സാണ് ഭീമ, അർജുന, നകുൽ ആൻഡ് സഹദേവ്. ഓക്കെ, ഇവർക്ക് ഹൈലി കേപ്പബിൾ ആണ്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്കില്ലുകളുണ്ട്. ഇതിൽ യുധിഷ്ഠിര എന്ന് പറഞ്ഞത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ധർമ്മക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളായിരുന്നു. ധർമ്മ മീൻസ് ഡ്യൂട്ടി. ഓക്കെ, അദ്ദേഹം അവരെ ആക്രമിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ പോലും അവരുടെ ഫാമിലിയിൽ ഒരു പാട്രിയാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കാതെ നിന്നിട്ടില്ല. ഓക്കെ, he cannot disobey. ഓക്കെ, ആൻഡ് ഇതിലെ മറ്റു ബ്രദേഴ്സാണ്. അപ്പം യുധിഷ്ഠിരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീ ഈസ് വെരി വൈസ് ആൻഡ് ഓൾസോ ഹീ ഈസ് വെരി ഗുഡ് അറ്റ് ധർമ്മ. ഓക്കെ, ധർമ്മ, റിലീജിയസ് ലോസ് ഇങ്ങനെ പാലിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഭീമ എന്ന് പറയുന്ന ആൾ ഭയങ്കര ശക്തിമാനാണ്. ഓക്കെ, ഭീമൻ എന്ന് പറയുമ്പോൾ നമ്മൾ BHIMA, ഭീമ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആൾ. ഓക്കെ, നല്ല പവർഫുൾ മാനാണ്. നല്ല മസിൽസ് ഉള്ള, വാറിനൊക്കെ പറ്റിയ ആളാണ്. അതുപോലെ അർജുന എന്ന് പറയുന്ന ആൾ നല്ല ആർച്ചറിയിൽ നല്ല നൈപുണ്യമുള്ള ആളാണ് അർജുന. ഓക്കെ, അർജുന അദ്ദേഹം അമ്പെയ്ത്തിൽ നല്ല സ്കില്ലുള്ള ആളാണ്. അതുപോലെ തന്നെ നകുൽ ആൻഡ് സഹദേവ്. അപ്പോൾ ഇവർക്കും വ്യത്യസ്ത കഴിവുകളാണ്. നകുൽ ആൻഡ് സഹദേവ് എന്ന് പറഞ്ഞാൽ മാതിരിയിലുള്ള മക്കളാണ്. ഓക്കെ, നമുക്ക് ഫാമിലി ലീനിയേജ് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ പാണ്ഡുവിൻ്റെയും അതുപോലെ തന്നെ കുന്തിയുടെയും, പാണ്ഡു, കുന്തി ആൻഡ് മാദ്രി, ഇവരുടെ മക്കളാണ് ഈ യുധിഷ്ഠിര, ഭീമ, അർജുന, നകുൽ ആൻഡ് സഹദേവ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കിടക്കുന്നത് കൗരവാസിലേക്കാണ്. കൗരവാസിൽ ഫാമിലി പാട്രിയാർക്ക് എന്ന് പറയുന്നത് ധൃതരാഷ്ട്രയാണ്. ഓക്കെ, യുധിഷ്ഠിരയും ധൃതരാഷ്ട്രയും മാറിയത്. ധൃതരാഷ്ട്ര ഒരു ബ്ലൈൻഡ് മാനാണ്, ബ്ലൈൻഡ് പേഴ്സൺ ആണ് ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞത്. DHRASHTR, ധൃതരാഷ്ട്ര. ഓക്കെ, ഈസ് എ ബ്ലൈൻഡ് പേഴ്സൺ. സോ അവരുടെ ഭാര്യയുടെ പേരാണ് ഗാന്ധാരി, GANDHARI, ഗാന്ധാരി. ഇവർക്ക് 101 സൺസ് ഉണ്ട്. 101 സൺസ് ഉണ്ട്.
ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ദുര്യോധന, ഓക്കെ, ഇതിലൊരു വില്ലൻ കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്ന ദുര്യോധന എന്ന് പറയുന്നത്. അടുത്തൊരു ക്യാരക്ടറാണ് ദുശാസന എന്ന് പറയുന്നത്. അപ്പോൾ ദുര്യൻ എന്ന് വിളിക്കാറുണ്ട്, ദുര്യോധന, ദുശാസന ആൻഡ് 98 അതർ ബ്രദേഴ്സ്. ഓക്കെ, വേറെ 98 മക്കള് ബ്രദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏക മകളാണ് ദുശ്ശല എന്ന് പറയുന്നത്. അപ്പം കൗരവാസിൽ ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും ഏക മകളാണ് ദുശ്ശല എന്ന് പറയുന്നത്. ദുശാസന ഒരു മകനാണ്. ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് ദുര്യോധൻ മറ്റൊരു മകനാണ്. ഓക്കെ, അപ്പോൾ ഇവരെ ഒരു അങ്കിളുടെ പേരാണ്, അതായത് കൗരവാസിന്റെ അങ്കിളുടെ പേരാണ് ശകുനി എന്ന് പറയുന്നത്. മറ്റൊരു വില്ലൻ കഥാപാത്രമായിട്ട് കാണുന്ന ഒരാളാണ് നമ്മൾ ശകുനി എന്ന് പറയുന്നത്. ശകുനി ഇസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് ദുര്യോധന. ഓക്കെ, ഗെയിം ഓഫ് ഡൈസിലൊക്കെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ആളാണ്, പാണ്ഡവാസിനെ പറ്റിക്കുന്ന ഒരു ആള്. അതുപോലെ തന്നെ വിദുർ എന്ന് പറയുന്നത് ചീഫ് കൗൺസിലറാണ്. ഇവരെ രണ്ട് മെയിനായിട്ട് ഇവിടെയാണ്, ഈ പാലസിലാണ്. ഇതിൽ ന്യൂട്രൽ ആളുകളുണ്ട്, അതായത് ഈ ഫാമിലിനെ റെസ്പെക്ട് ചെയ്യുന്ന ഇരു ഫാമിലികളും യുണൈറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതിലൊരാളാണ് വിദുർ എന്ന് പറയുന്നത്. ഓക്കെ, വിദുർ, ദുര്യോധനും വിദുറും കൺഫ്യൂസ്ഡ് ആവരുത്. അതുപോലെ തന്നെ ഇതിൽ ഭീഷ്മ വരുന്നുണ്ട്. ഭീഷ്മ എന്ന് പറഞ്ഞത് ഇവർ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. രണ്ടുപേരുടെയും ഗ്രാൻഡ് ഫാദറാണ്. രണ്ടുപേരുടെയും മീൻസ് ഈ കൗരവാസിൻ്റെയും അതുപോലെ തന്നെ പാണ്ഡവാസിൻ്റെയും ഗ്രാൻഡ് ഫാദറാണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യ വന്നിട്ട് ടീച്ചറാണ്. ഓക്കെ, രണ്ട് ഫാമിലികളുടെയും ടീച്ചറാണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യക്ക് പുറമെ നമ്മുടെ ഒരാളോട് പരശുരാം, ഓക്കെ, സേജ് പരശുരാം വരുന്നുണ്ട്. അദ്ദേഹം ആർച്ചറാണ്. ഓക്കെ, ആർച്ചറി സ്കില്ലുള്ള ആളാണ്. ദ്രോണാചാര്യയും ആർച്ചറി സ്കില്ലുള്ള ആളാണ്. ഓക്കെ, അതുപോലെ തന്നെ ദ്രൗപദ് വരുന്നുണ്ട്. ദ്രൗപദ് എന്ന് പറഞ്ഞത് ഈ യുധിഷ്ഠിര, ഭീമ, അർജുന, നകുൽ, സഹദേവ് ഇവർക്ക് ഒരു കോമൺ വൈഫായിരുന്നു. ഓക്കെ, സ്ത്രീകളുടെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഒരു അടിച്ചമർത്തൽ, സപ്രഷൻ, അതുപോലെ തന്നെ മെയിൽ ഡോമിനേഷൻ, പാട്രിയാർക്കി ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. ഇവർക്ക് അഞ്ചാൾക്കും കൂടി ഒരു വൈഫായിരുന്നു. അവരുടെ പേരാണ് ഹെർ നെയിം ഈസ് ദ്രൗപദി. ഓക്കെ, ദ്രൗപദ എന്ന് പറയുന്നത് ദ്രൗപദിയുടെ ഫാദറിന്റെ പേരാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറയാൻ വിട്ട വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കർണ എന്ന് പറയുന്നത്. ഓക്കെ, കർണ നമ്മുടെ ഈ ഇവരെ ബ്രദേഴ്സ് തന്നെയാണ്. നകുൽ, സഹദേവ്, അതുപോലെ ഭീമാർജുന, യുധിഷ്ഠിര അവരെ ബ്രദേഴ്സ് തന്നെയാണ്. പക്ഷേ കർണയുടെ ജനനം, ഓക്കെ, കർണയുടെ ജനനം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലോ കാസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. മീൻസ് ഈ നമ്മുടെ ഭാര്യയായിട്ടുള്ള, അതായത് പാണ്ഡുവിൻ്റെ ഭാര്യയായിട്ടുള്ള കുന്തിദേവി, KUNTI, കുന്തിദേവിയെ ഭയങ്കര കാര്യമായിരുന്നു സെയ്ജ് കണ്ണ മഹർഷിക്ക്, KNVA, സെയ്ജ് കണ്ണ. അപ്പോൾ കണ്ണ മഹർഷി അങ്ങോട്ട് വരുമ്പോഴൊക്കെ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും നമ്മുടെ ഈ പാണ്ഡുവിൻ്റെ ഭാര്യയായിട്ടുള്ള കുന്തിദേവി. അപ്പോൾ കുന്തിദേവിക്ക് ഒരു ബൂണ് കൊടുക്കുകയാണ്, ഒരു വരം കൊടുക്കുകയാണ് നമ്മുടെ ഈ സെയ്ജ് കണ്ണ, ഔട്ട് ഓഫ് റെസ്പെക്റ്റ്. എന്താണെന്ന് വെച്ചാൽ അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സൂര്യദേവനെ ഹാജരാക്കിയിട്ട്, അതായത് സൂര്യൻ്റെ ദേവനെ ഹാജരാക്കിക്കൊണ്ട് ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കും. എന്ത് കാര്യമാണെങ്കിലും ഓക്കെ, എന്ത് വേണമെങ്കിലും അവൾക്ക്, ലോകത്തിലുള്ള എന്ത് സാധനങ്ങളോ അവൾക്ക്, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അവളുടെ കൺമുന്നിൽ ഉണ്ടാവും എന്നുള്ള. അപ്പോൾ ഇവൾ ചോദിച്ചത് സൂര്യദേവനോട് ശരിക്കും ഒരു ഷീ ഫ്രീക്ക്ഡ്, അവളത് ഒരു വലിയൊരു കാര്യമാക്കി എടുക്കാതെ എനിക്കൊരു മകനെ ചോദിക്കാം എന്ന് സൂര്യദേവനെ ഹാജരാക്കിക്കൊണ്ട് പിറ്റേന്ന് നദീതീരത്ത് വെച്ച് പറയാണ്. അപ്പോൾ സൂര്യദേവ് അവിടെ ഹാജരായി. അപ്പോൾ ഒരു കുട്ടിയെ, ഒരു ചൈൽഡിനെ സൂര്യദേവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സൂര്യദേവ് പറയാണ്, ചോദിച്ച് ഇനി മടക്കാൻ പറ്റൂല, ഞാൻ തന്നു കഴിഞ്ഞാൽ, കുട്ടീനെ തന്നു കഴിഞ്ഞാൽ പിന്നെ അത് മടക്കാൻ പറ്റൂല. ഓക്കെ, ഇത് സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ കൊടുക്കുക. ആ കുട്ടീൻ്റെ പേരാണ് കർണ എന്ന് പറയുന്നത്. ഓക്കെ, കർണയുടെ ജനനം അങ്ങനെയാണ്. അപ്പോഴാണ് കുന്തിദേവിക്ക് ആകെ ഒരു റിഗ്രറ്റ് തോന്നിയത്, ഇനിയിപ്പോൾ ഇത് മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ എന്താണ് അവസ്ഥ. ഓക്കെ,
അതെനിക്കൊരു ഇൻസൾട്ടാണ്. ശരിക്ക് അവൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കർണ എന്ന് പറയുന്ന കർണപടം എന്നുള്ള ഒരു മീനിങ്, ചെവി എന്നുള്ള ഓക്കെ. അപ്പോൾ ചെവിയിൽ നിന്നാണ് ശരിക്കും ആ ഒരു കുട്ടി കർണ എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചത്. സോ ദാറ്റ്സ് വൈ ദ നെയിം കർണ. അപ്പോൾ അങ്ങനെ കർണയെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇവൾക്ക് റിഗ്രറ്റ് തോന്നുകയും ഇവൾ ഗംഗാ നദിയിൽ ഈ ഒരു ബോക്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിയെ ഒഴുക്കി വിടുകയാണ്, ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ കർണയെ ഒഴുക്കി വിടുകയാണ്. കർണയെ ഒഴുക്കി വിട്ടു. ഈ കർണനെ പിന്നീട് കിട്ടുന്നത് പുഴയോരത്ത് കുളിക്കുന്ന അധീരഥ എന്ന് പറയുന്ന ഒരാൾക്കാണ്. അധീരഥ, ADHIRATH, അധീരഥ. അപ്പോൾ അധീരഥ എന്ന് പറയുന്നത് ഒരു ചാരിയറ്റിയർ ആണ്. ഒരു ലോ കാസ്റ്റിൽ പെട്ട ആളാണ്, ഒരു സൂത ആളാണ്, SUTA. ഇതിൽ ഹൈറാർക്കി, കാസ്റ്റ് ഹൈറാർക്കി, സോഷ്യൽ ഡിവിഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ ഇതൊക്കെ വരുന്നുണ്ട്. സോ അദ്ദേഹം അധീരഥയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള രാധയും ഒരുപാട് കാലമായി ഒരു കുഞ്ഞിനെ അവർ ആശിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണ്, അഡോപ്റ്റ് ചെയ്യാണ്. അവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ കർണയെ അവർ വളർത്തി നല്ല രീതിയിൽ കെയർ ചെയ്തു. ദേ ടു കെയർ ഓഫ് കർണ. അപ്പോൾ അങ്ങനെ കർണക്ക് അറിയൂല ഇവരുടെ ഒരു ബർത്തിൻ്റെ മിസ്റ്ററി ഒന്നും അറിയില്ല, ഇവിടെ അറിയിച്ചിട്ടില്ല. അധീരതയും അതുപോലെ തന്നെ രാധയും അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർ നല്ല രീതിയിൽ വളർന്നിങ്ങനെ വരികയാണ്. ഹീസ് ലിവിങ് ഹാപ്പി ലൈഫ്. ബട്ട് അദ്ദേഹത്തിന് നോളജുകൾ എപ്പോഴും ഇങ്ങനെ സീക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് നോളജ് സീക്ക് ചെയ്യാൻ കർണക്ക്. അപ്പം അങ്ങനെ കർണ എന്താ ചെയ്യുന്നത് വെച്ചാൽ കർണക്ക് ആർച്ചറി പഠിക്കണം, അതുപോലെ മറ്റുള്ള അമ്പെയ്ത്തുകൾ, അതുപോലെ യുദ്ധങ്ങൾ, വാർ സ്കില്ലുകളൊക്കെ പഠിക്കണം. അപ്പം അങ്ങനെ കർണ ചെയ്യുന്നത് ഒരുപാട് ആളുകളെ അദ്ദേഹം സമീപിക്കുന്നുണ്ട്. കർണ ഒരുപാട് ആളുകളെ സമീപിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് ദ്രോണാചാര്യ. ദ്രോണാചാര്യനെ സമീപിച്ചപ്പോൾ ദ്രോണാചാര്യ പറഞ്ഞത് ഇങ്ങനെ അമ്പെയ്ത്ത് പഠിക്കുന്നത് ഈ രാജാക്കന്മാരുടെ ഇടയിൽ അമ്പെയ്ത്ത് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ദ്രോണാചാര്യ പറയാണ്, നീ ഒരിക്കലും ആപ്റ്റ് അല്ല, കാരണം നിനക്ക് സ്കില്ലുകൾ ഉണ്ടെങ്കിലും ഈ പ്രിൻസുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ദുര്യോധനാണെങ്കിലും അതുപോലെ തന്നെ ഈ ഭീമയാണെങ്കിലും അർജുനാണെങ്കിലും രണ്ട് ഫാമിലി ഓപ്പോസിറ്റുകളാണെങ്കിലും നമുക്ക് നീ ഒരു സൂതപുത്രനാണ്. SUTA, യു ആർ ദ സൺ ഓഫ് എ സൂത. മീൻസ് യഥാർത്ഥത്തിൽ അദ്ദേഹം സൂതപുത്രനല്ല, പക്ഷെ ഇവർക്ക് അറിയില്ല. അപ്പം നീ ഒരു സൂതപുത്രനായതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ബാറ്റിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇത് നമ്മുടെ സൊസൈറ്റിയുടെ നോംസിനെതിരാണ്. കാരണം നീ ഒരു ലോവർ കാസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയാണ്. കാരണം നിയമങ്ങൾ അങ്ങനെയാണ് എന്നുള്ള ഒരു നിർബന്ധാവസ്ഥ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഭയങ്കര സാഡായി. അങ്ങനെ അദ്ദേഹം നേരെ പോകുന്നത് വേറൊരു മാസ്റ്റർ അടുത്തേക്കാണ്. പേരാണ് പരശുരാം, സെയ്ജ് പരശുരാമൻ്റെ അടുത്തേക്ക് പോവാണ്. പരശുരാം എന്നാണ് നമ്മൾ എഴുതൽ. സോ പരശുരാമനോട് അദ്ദേഹം കേണപേക്ഷിക്കുകയാണ്. പരശുരാമ അദ്ദേഹത്തിന് നല്ല ട്രെയിനിങ് കൊടുത്തു. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നല്ല ട്രെയിനിങ് കൊടുത്തു. പക്ഷെ ഒരിക്കലും ക്ഷത്രിയാസിനെ, അതായത് ഈ രാജാക്കന്മാരെ ആ ഒരു കൂട്ടത്തിൽ അവരെ ഒരിക്കലും ഈ ഒരു ആർച്ചറി പഠിപ്പിക്കൂല എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പോൾ ഇയാൾക്ക് അറിയൂല ഇയാളൊരു കിങ്ലി ലീനിയേജ് ആണെന്ന്. കർണക്കും അറിയൂല, നമ്മളെ ഈ പരശുരാമനും അറിയില്ല. അപ്പം അങ്ങനെ പരശുരാമ് അങ്ങനെ കുറേ വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യം ദ്രോണാചാര്യൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഭയങ്കര സാഡായി. പിന്നെ പരശുരാമൻ്റെ അടുത്ത് പോയി അദ്ദേഹം കുറേ വിദ്യകൾ അദ്ദേഹം പഠിക്കുകയാണ്. അമ്പെയ്ത്തിലുള്ള 18 അടവുകളും അദ്ദേഹം പഠിക്കുകയാണ്. അങ്ങനെ അമ്പെയ്ത്തുള്ള 18 അടവുകളും പഠിച്ചതിന് ശേഷം അദ്ദേഹം കുറേ ഒക്കെ പഠിച്ചു. അതിൻ്റെ ആ ഒരു വേളയിൽ ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു ഒരു ഗുഹയിൽ. പരശുരാമൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇപ്പോഴത്തെ കർണയുമുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു പരശുരാമ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലായിരുന്നു, നല്ല മയക്കത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു അട്ട വന്ന് കടിക്കുന്നുണ്ട്. ഈ ഒരു കടി അല്ലെങ്കിൽ ഈ ഒരു കടിയുടെ ഒരു ആഘാതത്തിൽ ഒരുപാട് ബ്ലഡുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു ബ്ലഡുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ ഒരു ബ്ലഡ് ഒഴുകുന്നത് അദ്ദേഹം പറയുന്നില്ല. മീൻസ് കർണ പറഞ്ഞു കൊടുക്കണില്ല.
കർണ ആ ഒരു സ്ഥലം ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് കടിക്കുന്നത് നമ്മുടെ പരശുരാമനെയല്ല, ശരിക്കും നമ്മുടെ കർണയാണ്. ഓക്കെ, കർണയാണ് കടിക്കുന്നത്. അപ്പോൾ കർണയുടെ ഈ ഒരു ലാപ്പിലാണ് ഇയാൾ കിടക്കുന്നത്, പരശുരാമ് കിടക്കുന്നത്. അപ്പോൾ പരശുരാമ് എണീറ്റ് നോക്കിയപ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് അതിദയനീയമാണ്. ഇയാൾ ഇങ്ങനെ ആ മുറിവേറ്റ ആ ഒരു ഇടത്തിൽ ഇങ്ങനെ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. കാരണം വേദന സഹിച്ചിരിക്കുകയാണ്. ഇയാളോട് പറയണ്ട എന്നുള്ളതിൽ ഗുരുവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ട. ഓക്കെ, ലാപ്പിൽ നിന്നും എണീക്കാൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥമാകും. അദ്ദേഹം സുഖനിദ്രയിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് ഈ ഒരു കാര്യങ്ങൾ ഇൻസെക്റ്റ് കടിച്ചതൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഈ കോക്സൈഫർ കടിച്ചതൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, നീയൊരു ലോ കാസ്റ്റിൽ പെട്ട ആളല്ല നീ. ഓക്കെ, ലോ കാസ്റ്റിൽ പെട്ട ആളല്ല നീ, ഹൈ ലീനിയേജ് ആണ്. ഓക്കെ, നിന്റെ പരമ്പര എന്ന് പറഞ്ഞത് ഹൈ ലീനിയേജ് ആവും. അവർക്ക് മാത്രമേ ഈ ഒരു വേദനയെ കടിച്ചമർത്താൻ കഴിയുള്ളൂ. നീ ഒരു ക്ഷത്രിയനൊക്കെ ആവും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കേസ് ചെയ്യാണ്, നീ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കിങ് ലീനിയേജ് ആണ്. അത് കർണനും അറിയില്ല, ഇയാൾക്കും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനൊരു സിഗ്നൽ കിട്ടുകയാണ്. കാരണം അത്രയും വേദന സഹിക്കാൻ കഴിയുന്ന ക്ഷത്രിയന്മാർക്കും ഇങ്ങനെയൊക്കെയാണുള്ള ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇയാളെ ഡിസ്മിസ് ചെയ്യാണ്. കൂട്ടത്തിൽ കേസ് ചെയ്യുന്നുണ്ട്, ഇയാളെ പറ്റിച്ചു, ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പരശുരാമൻ ചീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, you will forget the tricks I have taught you. ഓക്കെ, ഞാൻ നിന്നെ പഠിച്ച ട്രിക്കുകൾ നീ മറക്കും. ഇൻ ദ നീഡ് ഓഫ് ഹവർ, ഇൻ ദി എമർജൻസി ഹവർ. ഓക്കെ, നമ്മളെ അടുത്ത് സ്കില്ലുണ്ടായിട്ട് കാര്യമില്ല, നമുക്കത് എമർജൻസി ആ ഒരു ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയണം. പക്ഷെ അത് മറന്നു പോട്ടെ എന്ന് ഇയാൾ കേസ് ചെയ്യാണ് നമ്മുടെ പരശുരാമന്. അപ്പം അങ്ങനെ പരശുരാമൻ കേസ് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അലിവ് തോന്നി. അയാൾ പിന്നീട് കേസിൻ്റെ അളവൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം പോയെങ്കിലും, അദ്ദേഹം പരശുരാമൻ ഡിസ്മിസ് ചെയ്തെങ്കിലും ഇയാളുടെ കഴിവിൽ അതിയായിട്ട് വിശ്വസിച്ച ഒരാളായിരുന്നു ദുര്യോധനൻ എന്ന് പറഞ്ഞത്. ദുര്യോധന നമുക്ക് ഈ കർണനൊരു മിത്രമാണെങ്കിലും നമ്മുടെ വായിക്കുന്നവർക്കൊരു ശത്രുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മീൻസ് ഈ പാവപ്പെട്ട പാണ്ഡവാസിനെ ഒരുപാട് ആക്രമിച്ച, ഒരുപാട് ഇൻസൾട്ട് ചെയ്ത ഒരാളാണ്. അത് നമുക്ക് വരുന്നുണ്ട്, നമ്മളതിൽ പറയും. സോ ദുര്യോധനും കർണനും തമ്മിലുള്ള റിലേഷൻ, അതായത് കർണനെ എല്ലാവരും തഴഞ്ഞപ്പോൾ, ഓക്കെ, എല്ലാവരും അവഗണിച്ചപ്പോൾ ദുര്യോധനാണ് ശരിക്കും ഇയാളെ പരിഗണിച്ചത്. കാരണം ദുര്യോധനന് പാണ്ഡവാസിനെ അർജുനനെ എതിരിടാൻ നല്ലൊരു ആർച്ചറവാണ്. അതിനു വേണ്ടിയാണ് ഇയാളെ കൂടെ കൂട്ടിയത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഫുൾ കംഫർട്ടും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ആള് കൗരവാസിൽ പെട്ട പാണ്ഡവാസിനെ ശരിക്കും എതിർത്തിടാനാണ് ശരിക്കും ആ കംഫർട്ടുകളൊക്കെ കൊടുക്കുന്നത്. എല്ലാ ലക്ഷറിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ക എന്നുള്ള സാമ്രാജ്യത്തെ, അങ്ക എന്നുള്ള സാമ്രാജ്യത്തെ അധിപനായിട്ട്, രാജാവായിട്ട് ഇവനെ വാഴ്ത്തുന്നുണ്ട് കർണനെ. അപ്പം ഈ ഒരു എല്ലാവരും ഇയാളെ കർണനെ തഴഞ്ഞപ്പം ഇതിൽ പരിഗണിച്ചത് നമ്മുടെ ദുര്യോധനനാണ്. സോ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കര റിലേഷൻ ഉണ്ട്. കുരുക്ഷേത്ര വാറിലൊക്കെ ഇയാളെ കൂടെ കൂട്ടിക്കൊണ്ട്, അതായത് നമ്മുടെ കർണനെ കൂടെ പിടിച്ചുകൊണ്ട് സ്വന്തം ഫാമിലിക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള, സ്വന്തം ബ്ലഡിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവഗണനയുടെ ഹവറിൽ ചേർത്ത് പിടിച്ച ആൾ എന്നുള്ള നിലയിൽ സ്വന്തം ഫാമിലിയേക്കാൾ, തൻ്റെ സ്വന്തം മദറായിട്ടുള്ള കുന്തിദേവി പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ദുര്യോധനുമായിട്ട് ഒരു അലയൻസ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്, കർണന്. സ്വന്തം ഫാമിലിയെ പോലും അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങിയിരുന്നു. അദ്ദേഹം ഒരു ഡിസ്ലോയൽ ആണെന്നല്ല. സോ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വരും. സോ ഇനി കർണൻ നേരെ പോകുന്നത് ഒരു സ്വയംവരം എന്നുള്ളൊരു ചടങ്ങിലേക്കാണ്. ഓക്കെ, സ്വയംവരം. അപ്പോൾ ഇവിടെ ദ്രൗപദ് എന്നുള്ള ഒരു ആള്, ഓക്കെ, ദ്രൗപദ് എന്ന് പറയുന്ന പാഞ്ചാല കിങ്ഡത്തിൻ്റെ അധിപൻ, അദ്ദേഹത്തിനൊരു മകളുണ്ട്. ആ മകള് ജനിച്ചത് ഒരു സ്ത്രീയിൽ നിന്നല്ല, ഫ്രം ഫയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഷീ ഹാഡ് ഐസ് സിമിലർ ടു ലോട്ടസ് പെറ്റൽസ്. ഓക്കെ, ലോട്ടസ് പെറ്റൽസിനെ പോലെയുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ബ്യൂട്ടിയൊക്കെ വിവരിക്കുന്നുണ്ട്. ഈ ഒരു
കിങ് ദ്രൗപദിൻ്റെ മകളാണ് ദ്രൗപദി എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ദ്രൗപദി എന്ന് പറയുന്നത്. ഈ ദ്രൗപദിക്ക് ഒരു സ്വയംവരം കൊടുക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കാം എന്നുള്ള, ഇഷ്ടമുള്ള ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കാം. ഷീ ഈസ് ഫ്രീ ടു ചൂസ് ഹെർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട്. കർണൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, കർണൻ ഈ ഒരു ദ്രൗപദിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മകളെ വിവാഹം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാൻ പാഞ്ചാല കിങ്ഡത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ്, കണ്ടസ്റ്റ് നടത്തുകയാണ്. കണ്ടസ്റ്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഇതിൽ കർണൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഈ പാണ്ഡവ കിങ്ഡത്തിൽപ്പെട്ട നമ്മുടെ ഈ യുധിഷ്ഠിര, അതുപോലെ തന്നെ ഭീമ, അർജുന, നകുൽ, സഹദേവ്, ഇവർ എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കർണൻ്റെ കാര്യം നമുക്ക് നോക്കാം. കർണന് ജനിച്ചത് നമ്മൾ പറയാൻ വിട്ടത്, അദ്ദേഹം ഇയർ പ്ലേറ്റോട് കൂടി, ഇയർ റിങ്സോട് കൂടിയും അതുപോലെ തന്നെ ബ്രസ്റ്റ് പ്ലേറ്റോട് കൂടിയാണ്. ഓക്കെ, ബ്രസ്റ്റ് പ്ലേറ്റ്, ചെസ്റ്റുള്ള പ്ലേറ്റ്. അപ്പം അധികം ഈ ഒരു ആയുധങ്ങളൊന്നും അങ്ങോട്ട് ഏൽക്കൂല. പക്ഷേ അദ്ദേഹം അത് ആരോ പറ്റിച്ചപ്പോൾ അത് കൊടുത്തിരുന്നു. ഓക്കെ, നമ്മളെ സ്റ്റോറിയിൽ ഈ ഒരു 101 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ട് ആ ഒരു സ്റ്റോറി പറയുന്നില്ല. അദ്ദേഹം ബ്രസ്റ്റ് പ്ലേറ്റ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മീൻസ് അദ്ദേഹം ഭയങ്കര ജനറസ് ആയിരുന്നു, ആര് എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ആൾ പറ്റിച്ചിട്ട് ഒരു ദേവൻ പറ്റിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ജനറസ് ആയിട്ട്. അദ്ദേഹം ഭയങ്കര ദാനശീലനാണ്. ഓക്കെ, ഇയർ റിങ്സും അതുപോലെ ബ്രസ്റ്റ് പ്ലേറ്റോട് കൂടിയാണ് ഈ ഒരു കർണൻ ജനിച്ചത്. ഈ കർണനെ അതായത് ദ്രൗപദി അങ്ങേയറ്റം ഇൻസൾട്ട് ചെയ്യാണ്. ഒരു സൂതപുത്രൻ എന്തുകൊണ്ട് എന്നെ ചോദിക്കാൻ വന്നു, മീൻസ് എന്നെ വിവാഹം കഴിക്കാൻ വന്നു. നീ പോയിക്കോ, നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടെങ്കിലും യു ആർ ഫ്രീ ടു ലീവ്. ഓക്കെ, നീ പോയിക്കോ, ഇല്ലെങ്കിൽ എൽസ് ഐ വിൽ പണിഷ് യു. ഓക്കെ, ഐ വിൽ പണിഷ് യു ടു ഡെത്ത്, നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ദ്രൗപദി അവനെ വിട്ടേക്കും. സൂതപുത്രൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഹി വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഇൻസൾട്ടഡ്. ഓക്കെ, അത്രയും ആളുകളെ വെച്ച് മുന്നിൽ ഇൻസൾട്ട്, ഇതിന് പ്രതികാരം ചെയ്യുന്നുണ്ട് കർണൻ. ഓക്കെ, നമുക്ക് നോക്കാം, ദ്രൗപദിനോട് പ്രതികാരം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ സ്വയംവരം എന്നുള്ള ചടങ്ങിലേക്ക് വരികയാണ്. ഭീമ, അർജുന, നകുൽ, സഹദേവ്, യുധിഷ്ഠിര. ഓക്കെ, ഇവരെല്ലാവരും വരുന്നുണ്ട്. ഇവിടെ കണ്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റിവോൾവിങ് ഫിഷിംഗ് ബോൾ ഉണ്ട്. ഓക്കെ, ഓയിലിൽ സോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിഷ് ഉണ്ട്. ആ ഫിഷ് ഇങ്ങനെ ലൈവ്ലി ഫിഷാണ്. അതിനെ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ ഇടത്തെ കണ്ണിൽ, ലെഫ്റ്റ് ഐയിൽ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം. ഓക്കെ, കർണക്ക് ശരിക്കും കഴിയുമായിരുന്നു, ഹി കുഡ് ഹാവ് ഡൺ ഇറ്റ്. ബട്ട് അദ്ദേഹത്തെ ഇവർ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞയച്ചു. ഇനി ചെയ്യുന്നത് നമ്മുടെ അർജുനൻ്റെ ഊഴമായിരുന്നു. ഇറ്റ് വാസ് അർജുനാസ് ടേൺ. അർജുന ഭയങ്കര ആർച്ചറിയിൽ സ്കില്ലുള്ള ആളാണ്. ആൻഡ് ഹി ടുക്ക് ഹിസ് ബോ. ഓക്കെ, ഹി ടുക്ക് ഹിസ് ബോ. ആ ഒരു ബോ എടുത്തുകൊണ്ട്, അമ്പും വില്ലും എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ കറക്റ്റ് ലെഫ്റ്റ് ഐയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ് ഫിഷിൻ്റെ. അപ്പോൾ ആ ഫിഷ് എന്ത് ചെയ്തു, അതിൻ്റെ കറക്റ്റ് ലെഫ്റ്റ് ഐയിൽ അത് പതിക്കുകയും തന്മൂലം നമ്മുടെ ഈ ദ്രൗപദി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുകയും ദ്രൗപദിയെ വൈഫായിട്ട് അർജുന കൂടെ കൂട്ടുകയും ചെയ്തു. ഈ ബ്രദേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബ്രദേഴ്സ് നേരെ കുന്തി ദേവിൻ്റെ അടുത്തെത്തി. മദറായിട്ടുള്ള കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്, അതാണ് അർജുനൻ്റെ ഭാര്യയായിട്ടുള്ള നമ്മുടെ ദ്രൗപദി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവരോട് പറയാണ്, മദറിനോട് പറയണം. മദർ അവരെ കാണുന്നില്ല, പുറത്തുനിന്ന് വിളിച്ചു പറയാണ്, ഞങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളൊരു സാധനം കൊണ്ടുവന്ന ഒരു സർപ്രൈസ് ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് മദർ പറഞ്ഞു ആ ഒരു ഉടനെ തന്നെ ഓൾ ഓഫ് എ സഡൻ മദർ പറയാണ്, എന്നാൽ നിങ്ങൾ പ്ലീസ് ഷെയർ എമംഗ് യു ദ തിങ് യു ബ്രോട്ട്. ഓക്കെ, നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു സാധനം, മീൻസ് ഇവർ വൈഫിനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനെ ഷെയർ ചെയ്തോളി. ഓക്കെ, ഇവരാകെ ഞെട്ടി. ദേ വർ സ്പെൽ ബൗണ്ട്. അർജുനന് മാത്രം ഉള്ള ഒരു വൈഫ്, അർജുനനാണ് ജയിച്ചത്. പക്ഷേ മദർ പറഞ്ഞ ഒന്നിനെയും അവർ ഡിസൊബേ ചെയ്യാറില്ല, അത് അതേപടി പാലിക്കലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മദറിനെ ഡിസൊബേ ചെയ്തില്ല എന്ന് മാത്രം അവർ ആ ഒരു ഓർഡർ സ്വീകരിക്കുകയാണ്. പിന്നെ ഓരോ വർഷവും ഓരോരുത്തർക്ക് വൈഫ് എന്നുള്ള രീതിയിൽ, മീൻസ് ഇവരുടെ കോമൺ വൈഫായിട്ട്, ആദ്യ വർഷം അർജുനൻ്റെ വൈഫാണെങ്കിൽ പിറ്റത്തെ വർഷം യുധിഷ്ഠിര, പിറ്റത്തെ വർഷം അങ്ങനെ അവരുടെ വൈഫുകളായിട്ട് ഇങ്ങനെ കൂടെ കൂട്ടാണ്. ഓക്കെ, സോറി പറഞ്ഞതിൽ യെസ് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അങ്ങനെ യുധിഷ്ഠിരയുടെ വൈഫ് ആകുമ്പോഴാണ് ഡൈസിങ് ഗെയിമിലേക്ക് ക്ഷണിക്കുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അർജുനൻ്റെ വൈഫ്, അർജുനനായിരുന്നു അത് അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെ അങ്ങനെ ഈ ഒരു മദർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ വർഷവും അവർ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ട് ആ വർഷങ്ങളിൽ അവർ ദേ ആർ നോട്ട് ഏബിൾ ടു ഷെയർ ദെയർ ബെഡ്സ്. അപ്പോൾ അങ്ങനെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അവർ ആ ഒരു മാരേജ് ഓക്കെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സ്വയംവരത്തിൻ്റെ മുന്നോടിയുള്ള കാര്യങ്ങൾ, മുന്നേയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബിഗിനിങ്. ഓക്കെ, കർണൻ്റെ ജന്മം മുതലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സോ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവർ വിഭജിച്ചത്, അതായത് പാണ്ഡവാസും കൗരവാസും എങ്ങനെയാണ് ഒരു ഡിവിഷൻ വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കൗരവാസും ഡിവിഷൻ വന്നതെന്ന് വെച്ചാൽ ഇവരിൽ കുറച്ച് പാവങ്ങൾ എന്ന് പറയുന്നത് പാണ്ഡവാസ് തന്നെയായിരുന്നു. കൗരവാസ് എന്ന് പറഞ്ഞൊരു വില്ലൻ പാർട്ടുകളായിരുന്നു. ഓക്കെ, അതിൽ വിതുരല്ല, നമ്മളെ ദുര്യോധനൻ, അതുപോലെ തന്നെ ശകുനി ഇവർ ഭയങ്കര അതായത് ദുര്യോധനൻ എന്ത് പറഞ്ഞാലും ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാദർ കേൾക്കും, ധൃതരാഷ്ട്ര കേൾക്കും. അദ്ദേഹം ഒരു ഫാമിലി പാട്രിയാർക്ക് ആണെങ്കിലും സത്യമേത് അതുപോലെ തന്നെ കള്ളമേത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേകം അദ്ദേഹത്തിന് തടസ്സപ്പെടുന്നു. അദ്ദേഹത്തെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു, കള്ളം പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു ദുര്യോധനൻ. ഓക്കെ, അപ്പം അങ്ങനെ ഇവർ വിഭജിക്കുകയാണ്. ധൃതരാഷ്ട്ര ഒരു വിഭജനം നടത്തുകയാണ്. നമ്മൾ ഇനി ഒന്ന് മാറി താമസിക്കാം. ഓക്കെ, പാണ്ഡവാസും കൗരവാസും ആണതിൻ്റെ മുന്നേ. അപ്പം പാണ്ഡവാസിന് അവർ ഒരു ലാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു കിങ്ഡം നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടായിട്ട് മുറിക്കാം. പാണ്ഡവാസിന് ഒരു ഭാഗം കൊടുക്കുന്നത് കാണ്ഡവ് പ്രസ്ഥ എന്ന് പറയുന്ന ഭാഗമായിരുന്നു. KHANDA. ഓക്കെ, കാണ്ഡവ് പ്രസ്ഥ. അതാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥയായിട്ട് മാറിയത്. ഓക്കെ, കാണ്ഡവ് പ്രസ്ഥ എന്ന് പറഞ്ഞത് അതൊരു തരിശു ഭൂമിയായിരുന്നു, ബെയർ ലാൻഡ് ആയിരുന്നു. അവിടെ പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഒക്കെ ചെളികളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. മീൻസ് കൃഷിയോഗ്യമല്ല, താമസയോഗ്യമല്ല. ഓക്കെ, ഒന്നിനും പറ്റാത്തൊരു ലാൻഡാണ് അവർക്ക് കിട്ടിയത് ഈ ഒരു പാണ്ഡവാസിന്. അത് അവരുടെ തന്ത്രമായിരുന്നു, ദുര്യോധൻ്റെയും ശകുനിയുടെയും ധൃതരാഷ്ട്രയുടെയും ഒക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് കുറേ ലാൻഡ് കൊടുത്തു. മീൻസ് അതൊക്കെ താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. ഓക്കെ, ദേ ആർ നോട്ട് ഏബിൾ ടു സെറ്റിൽ ദെയർ ഓർ ഏബിൾ ടു farm there. ഓക്കെ, അങ്ങനെ അവർ അവിടെ സുഖമായിട്ട് താമസിക്കുന്നു എന്ന് പറയാൻ വയ്യ. പക്ഷെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് കൗരവാസി വിചാരിച്ചത് അവരൊരു മിസറബിൾ ലൈഫാണ് അവർ നയിക്കുക എന്നുള്ളതാണ്. ബട്ട് ഓൺ ദ കോൺട്രറി ടു ദർ എക്സ്പെക്റ്റേഷൻ അവർ നയിച്ചതൊരു കിങ്ലി ലൈഫാണ് അവിടെ. കാരണം അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവിടെയൊക്കെ കൃഷി ഇറക്കി, ഒരുപാട് ക്രോപ്സ് ഇറക്കി, അതുപോലെ തന്നെ താമസയോഗ്യമാക്കി. അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവരെക്കാൾ ഒന്നുകൂടി മുൻപന്തിയിലായി ശരിക്ക് പാണ്ഡവാസ്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് പാണ്ഡവാസിന് ഇതൊരു ഇന്ദ്രപ്രസ്ഥമായി മാറാൻ കാരണം അവിടെ ഒരു മായ പാലസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മായ എന്ന് പറയുന്ന ഒരു ഡീമണിന് ഇവരോട് അതിയായിട്ടുള്ള റെസ്പെക്റ്റ് തോന്നിക്കൊണ്ട് ഇവർ ഇന്ദ്രപ്രസ്ഥയാക്കിയിട്ട്, മീൻസ് ഒരു ദൈവികമായിട്ടുള്ള ഡിവൈൻ പ്ലേസ് ആക്കിയിട്ട് അവർ മാറ്റുകയാണ് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ. അപ്പം അങ്ങനെ ഇവർ മായയുടെ സഹായത്തോടു കൂടി മായ പാലസ് ഭയങ്കര ഒരുപാട് റിഫ്ലക്ഷൻസ്, ഒരുപാട് പൂളുകളും ഒരുപാട് വിൻഡോസും അതുപോലെ തന്നെ ആർക്കിടെക്ചറും നല്ല ഹൈലി ഒരു ഡിവൈനായിട്ടുള്ള ഡിവൈനായിട്ട് ഒരു മാജിക്കൽ പാലസ് ആയിരുന്നു ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു രാജസൂയ യോഗ്യ എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഓക്കെ, സ്ഥാനമേൽക്കുന്ന അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട്, രാജസൂയ യാഗ എന്ന് പറഞ്ഞാൽ. അവിടെ സാക്രിഫൈസുകൾ ഉണ്ടാവും. ഓക്കെ, ഗോഡ്സിന് സാക്രിഫൈസ് നടത്തും. ആ ഒരു ചടങ്ങിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നമ്മുടെ ഓപ്പോസിറ്റ് അല്ല, അവർ തെറ്റിലൊന്നുമല്ല, മീൻസ് ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ട്. പക്ഷെ ആ അന്തർധാര പിന്നീട് സജീവമായതാണ്, മീൻസ് പാണ്ഡവാസിൻ്റെയും കൗരവാസിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ധൃതരാഷ്ട്രക്ക് മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, ധൃതരാഷ്ട്രക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, മെസ്സഞ്ചർ മൂലം ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ആര്, നമ്മുടെ ഇവരുടെ ഏറ്റവും മൂത്ത ആളായിട്ടുള്ള യുധിഷ്ഠിര. ഓക്കെ, യുധിഷ്ഠിര മെസ്സേജ് കൊടുക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ യുധിഷ്ഠിരയുടെ വൈഫാണ്. ഓരോ ഇയർ കൂടുമ്പോഴും ഇവർ വൈഫിനെ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റ് ചെയ്യും.
മീൻസ് ഇപ്പോൾ ദ്രൗപദി ഇപ്പോൾ യുധിഷ്ഠിരയുടെ വൈഫാണ്. അപ്പോൾ അങ്ങനെ യുധിഷ്ഠിര ഇവർക്കൊരു മെസ്സേജ് കൊടുക്കുകയാണ്, നിങ്ങൾ എന്തായാലും വരണം ചടങ്ങിലേക്ക്. യുധിഷ്ഠിര പറയാണ്, എനിക്ക് വരാൻ കഴിയില്ല, എൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഒരാളെ അയക്കാം, റെപ്രസെൻറ്റേറ്റീവായിട്ട്. ഓക്കെ, ആ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ശകുനിയോട് ഡിസ്കസ് ചെയ്തുകൊണ്ട്, ശകുനി എന്ന് പറഞ്ഞത് ദുര്യോധനൻ്റെ അങ്കിളാണ്. ഓക്കെ, തൻ്റെ മകനായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ മകനായിട്ടുള്ള നമ്മുടെ ദുര്യോധനൻ്റെ മെറ്റേണൽ അങ്കിളാണ്. ഓക്കെ, മെറ്റേണൽ അങ്കിളാണ് നമ്മുടെ ശകുനി. അപ്പോൾ ശകുനിയോട് പറഞ്ഞപ്പോൾ ശകുനി പറഞ്ഞു, ഇജ്ജ് പോയി കണ്ടോ, ഓക്കെ, നീ പോയിക്കോ, അവിടെ പോയി കണ്ടോ, നമുക്ക് എന്താണെന്ന് അറിയാലോ അവരുടെ അവസ്ഥ. എന്തായാലും വലിയൊരു ഒരു ലക്സൂരിയസ് ഒന്നും ഉണ്ടാവില്ല. അവരത്രയും പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ താമസയോഗ്യമല്ലാത്തൊരു സ്ഥലത്തേക്കാണല്ലോ പോയത്. സോ അത്ര ഒരു കംഫർട്ടബിൾ ആവില്ല അവർക്ക്. എങ്കിലും നീ വേഗം പോയി അവിടെ തങ്ങണ്ട, വേഗം പോര് എന്ന് പറഞ്ഞുകൊണ്ട് മായാ പാലസിലേക്ക് പറഞ്ഞേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇയാൾ പെരിപെറ്റിയ ഓക്കെ, പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമെന്നോണം ആർക്ക്, നമ്മുടെ ഈ ഒരു ദുര്യോധനനെ കണ്ടപ്പോൾ ആകെ അത്ഭുതം, കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയാം. ഓക്കെ, അദ്ദേഹം ആകെ എന്തോ ഒരു അവസ്ഥയിലായിപ്പോയി. അവിടെ ക്ഷണം സ്വീകരിച്ചു, അവിടെ എത്തിയപ്പോഴാണ് ഇദ്ദേഹം ആകെ അന്തം വിട്ട്. ഹി വാസ് സ്പെൽ ബൗണ്ട്. ഓക്കെ, ഹി ഫെൽറ്റ് വണ്ടറസ് തിങ്സ്. ഹി ഹാഡ് ഓക്കെ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാറ്റ് പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്, അന്തമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഈ ഒരു ദുര്യോധനൻ. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റിഫ്ലക്ഷൻ ഓഫ് വാട്ടർ കാണുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് വാട്ടർ. പക്ഷേ അദ്ദേഹം വിചാരിച്ചത് അത് പൂളല്ല, ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്, അലങ്കാരത്തിന് വെച്ചതാണെന്ന്. അദ്ദേഹം അതിൽ വീണു. ഓക്കെ, ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു പോണ്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചത് അത് സോളിഡ് സർഫേസ് ആണെന്നാണ്. ഓക്കെ, ഒരു മാജിക്കൽ പ്ലേസ് കൂടിയാണ്. അത് വീണപ്പം ഇയാളുടെ ഈ ഒരു മന്ദപ്പ് കണ്ടിട്ട് ഈ ദ്രൗപദി മേലെന്ന് അപ്സ്റ്റെയർന്ന് ചിരിക്കുകയാണ്. ഓക്കെ, ദ്രൗപദി ചിരിക്കുകയാണ്. ദ്രൗപദി പറയാണ്, അന്ധനായ ഫാദറിൻ്റെ അന്ധനായ മകൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ധൃതരാഷ്ട്രയുടെ മകനാണല്ലോ. ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞത് ദുര്യോധനൻ്റെ അച്ഛനാണല്ലോ. അപ്പോൾ അങ്ങനെ അന്ധനായ, അങ്ങനെ ആ ഒരു ഇൻസൾട്ട് ഇയാളുടെ ചെവിയിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇയാൾ പറയാണ്, കാണിച്ചു തരാം എന്ന് മനസ്സിൽ പറയാണ്. ഓക്കെ, അവിടെ നിന്ന് പറയുന്നില്ല, അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ദ്രൗപദിന് എന്തായാലും ഒരു റിവഞ്ച് എനിക്കുണ്ട്. ഓക്കെ, ദ്രൗപദിനെ കണ്ടതും ഇവന് ഭയങ്കര അസൂയ. മീൻസ് അത്രയും നല്ലൊരു കിങ്ലി ആയിട്ടുള്ള ഒരു ക്വീൻ ആയിട്ടുള്ള ആളെ എങ്ങനെ കിട്ടി എന്നുള്ള ഒരു രീതിയിലൊക്കെ ദുര്യോധന ഹി ഫെൽ സം സോർട്ട് ഓഫ് ജെലസി. അപ്പോൾ അങ്ങനെ മായാ പാലസിൽ നിന്നും നല്ല ഒരു റിവെഞ്ചോട് കൂടി, തേഴ്സ്റ്റ് ഓഫ് റിവെഞ്ചോട് കൂടി, ഓക്കെ, പ്രതികാരദാഹത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്നും പുറപ്പെടുകയാണ്. ആര്, നമ്മുടെ ദുര്യോധനൻ നേരെ എത്തിയത് ശകുനിയുടെ അടുത്തേക്ക്. ശകുനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ദ്രൗപദിയും യുധിഷ്ഠിരയും അവരുടെ ബ്രദേഴ്സൊക്കെ കളിയാക്കി. മീൻസ് ദേ മെയ്ഡ് ഫൺ ഓഫ്. കാരണം ഒരു വേളയിൽ ഞാൻ റിഫ്ലക്ഷനാ വിചാരിച്ച പൂളിൽ വീണു, മറ്റൊരു വേളയിൽ ഞാൻ വിചാരിച്ചു അത് പോണ്ട് തന്നെ ആയിരിക്കും. ഡീപ്പായിട്ടുള്ളൊരു സർഫേസ് ഉണ്ടായിരുന്നു, ഒരു കേവ് ഉണ്ടായിരുന്നു. ആ ഒരു പിറ്റിലേക്ക് ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചിരുന്നു, പക്ഷെ അതൊരു ഡീപ്പ് ഒരു സോളിഡ് സർഫേസ് ആയിരുന്നു. ഓക്കെ, പലതവണയും ഞാൻ പറ്റിക്കപ്പെട്ടു. ഐ വാസ് ഫ്രീക്ഡ് മെനി എ ടൈംസ് അറ്റ് മായാ പാലസ് അറ്റ് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ശകുനി പറയാണ്, നീ ഒരിക്കലും ഡോണ്ട് ബി ബെലിജറൻ, ഡോണ്ട് ബി സാഡ്, വി വിൽ ടേക്ക് റിവെഞ്ച്. ഓക്കെ, നമ്മളെന്തായാലും പ്രതികാരം ചെയ്തിരിക്കും. ഓക്കെ, ഇഫ് ഐ ആം അലൈവ് ഐ വിൽ സേവ് യു. ഓക്കെ, അങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം എവിടെ എത്തിയെന്ന് വെച്ചാൽ ശകുനിയുടെ അടുത്തെത്തി. ശകുനി പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എൻകറേജ് ചെയ്തു. ഇനിയാണ് ഇവരൊരു പ്രേരണ, ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. ഇവരെ ട്രിക്ക് എന്ന് പറഞ്ഞത് ശകുനി പറഞ്ഞു കൊടുക്കുന്ന ട്രിക്കാണ്. നിനക്ക് റിവെഞ്ച് ചെയ്യണ്ടേ, ഡു യു വാണ്ട് ടു ടേക്ക് റിവെഞ്ച്? ഓക്കെ, യെസ്, ഇയാൾ പറയാണ്, യെസ് ഐ വാണ്ട് ടു ടേക്ക് റിവെഞ്ച്. ദുര്യോധനൻ, ഓക്കെ, അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ഐ വിൽ ടേക്ക് റിവെഞ്ച്. അപ്പോൾ അങ്ങനെ ഒരു റിവെഞ്ച് ദാഹത്തോടു കൂടി. അപ്പോൾ വാട്ട് ഈസ് ദ ട്രിക്ക് അങ്കിളെ, എന്താണ് നിങ്ങളുടെ ട്രിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിൾ പറയാണ്, ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഐ നോ ദാറ്റ് ദ യുധിഷ്ഠിര ഈസ് വീക്ക് അറ്റ് ഡൈസിങ്. ഓക്കെ, വീക്ക് അറ്റ് ഡൈസിങ്. അവരൊരു ഗെയിമിലേക്ക് ക്ഷണിക്കാം. ഓക്കെ, അവരൊരു ഗെയിമിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഓക്കെ,
ആ ഗെയിമിൽ തോൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന് സ്റ്റേക്ക് ചെയ്യാം. മീൻസ് നമുക്ക് ബെറ്റ് വെക്കാം. എന്നെ കിങ്ഡംസ് ഒരു ബെറ്റ്, അതായത് മീൻസ് നമ്മളിപ്പോൾ ഹോഴ്സിനാണ് ബെറ്റ് വെക്കുന്നതെങ്കിൽ ഹോഴ്സ് അവർക്ക് തരേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ മായാ പാലസ് ആണെങ്കിൽ മായാ പാലസ് നമുക്ക് തരേണ്ടി വരും. അങ്ങനെ കുറേ ബെറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് അവർക്ക് ലാസ്റ്റ് അവരുടെ കിങ്ഡവും അവരുടെ വൈഫിനെയും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ ദ്രൗപദിയൊക്കെ ഇൻസൾട്ടഡ് ആവുകൊണ്ട് നമ്മൾ വരുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡൈസിലേക്ക്, ഗെയിം ഓഫ് ഡൈസിലേക്ക്, പകിട കളിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. കാരണം യുധിഷ്ഠിരയാണ് നമുക്ക് വേണ്ടത്. യുധിഷ്ഠിര എന്ന് പറഞ്ഞത് ഹീസ് വീക്ക് അറ്റ് ഗെയിം ഓഫ് ഡൈസ്. പകിട കളിക്കുന്നതിൽ അദ്ദേഹം വീക്കാണ്. ആ ഒരു ബലഹീനത നമുക്ക് മുതലെടുക്കാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരയെ നേരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ യുധിഷ്ഠിരക്ക് മെസ്സേജ് അയക്കുകയാണ്. ഇതൊരു നല്ല ട്രിക്കാണ്. വാവ്, ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് അല്ലേ? അങ്ങനെ ദുര്യോധനൻ പറയാണ് നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, യു ഹാവ് ഗോട്ട് എ ഗുഡ് ഐഡിയ. ഓക്കെ, വി വിൽ ഡു ദാറ്റ് അറ്റ് എനി കോസ്റ്റ്. നമുക്ക് ധൃതരാഷ്ട്രയോട് അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാദർ അദ്ദേഹം സമ്മതം കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് സമ്മതം മൂളിയില്ലെങ്കിലും ഇദ്ദേഹത്തെ ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. മകൻ എന്താണോ പറയുന്നത് ആ ഒരു ആസ്പെക്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ധൃതരാഷ്ട്രയുടെ ഒരു ബ്ലൈൻഡ് ആറ്റിറ്റ്യൂഡ്. കാരണം ധൃതരാഷ്ട്രക്ക് ഒരു ബോധമില്ല. മീൻസ് ധൃതരാഷ്ട്രക്ക് അങ്ങേയറ്റത്ത് നിൽക്കുന്നത് അവർക്ക് കിങ്ഡവും അവർക്ക് വെൽത്തൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതെൻ്റെ ബ്ലഡാണ് എന്നുള്ള ആ ഒരു ബോധമില്ല. ആ ഒരു സഹോദര സ്നേഹമോ അങ്ങനെ ഒരു ലീനിയേജ് കുരു ഡിനാസ്റ്റിയിൽ പെട്ട ആളുകളെയാണല്ലോ നമ്മൾ സ്മൈൽ ചെയ്ത് പറ്റിക്കുന്നത്. ഓക്കെ, അവരെ ഷുഗറി വേർഡ്സ് കൊണ്ട് നമ്മൾ പറ്റിക്കുന്നത്. തന്നെ മകൻ പറഞ്ഞതാണെങ്കിലും അത് വിവേകപൂർവമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഡിസേണിങ് പവർ അദ്ദേഹത്തിന് ലാക്ക് ചെയ്തിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സോ മകൻ്റെയും ശകുനിയുടെ നിർബന്ധപ്രകാരം, ഓക്കെ, ആസ് പെർ their compulsion, therefore he is forced to invite those person. ഓക്കെ, അപ്പോൾ അങ്ങനെ പാണ്ഡവാസിനെ ക്ഷണിക്കുകയാണ്. പാണ്ഡവാസിലെ യുധിഷ്ഠിരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗെയിം ഓഫ് ഡൈസ്, ഓക്കെ, ബുക്ക് ഓഫ് അസംബ്ലി ഹാൾ, അതാണ് നമ്മൾ പറയുന്നത്. ബുക്ക് ഓഫ് അസംബ്ലി ഹാൾ, ആ ഒരു എല്ലാവരും അസംബിൾ ചെയ്യുന്ന ഒരു ഹാളിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഇവരെത്തി. ഓക്കെ, ഈ ഭീമ, അർജുന അവരൊക്കെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും. ദുര്യോധനന്റെ പ്രേരണ പ്രകാരമാവും വിളിച്ചത് എന്ന് നമ്മുടെ യുധിഷ്ഠിരോട് പറഞ്ഞു. യുധിഷ്ഠിർ പറയാണ്, നോ, മിസ്റ്റർ ധൃതരാഷ്ട്ര ഈസ് അവർ ഫാമിലി പാട്രിയാർക്ക്. ഓക്കെ, നമ്മുടെ ഫാദർ ജനിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫാദറിന് ഈക്വൽ ആയിട്ടുള്ള, പാണ്ഡു മരിച്ചുപോയി. ഓക്കെ, ഫാദറിന് ഈക്വൽ ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞത് അവരാണ് ഇനി, ധൃതരാഷ്ട്രയാണ് ഇനി. ഓക്കെ, ധൃതരാഷ്ട്രയുടെ കൽപ്പന ഞാൻ എങ്ങനെ ലംഘിക്കും? ഹൗ ക്യാൻ ഐ വയലേറ്റ് the father figures command, okay, or request. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ഡ്യൂട്ടി, ധർമ്മ വരുന്നുണ്ട്. ഓക്കെ, ഇയാൾ ഇതിനൊന്നും പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആർക്ക് നഷ്ടപ്പെടാം? പാണ്ഡവാസിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇയാൾ എല്ലാത്തിനും സമ്മതം മൂലമാണ്. ഓക്കെ, ഇതിൻ്റെ ധർമ്മയാണ്, എൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഗോഡ് വിൽ ബി ദർ, ഐ വിൽ ആക്ട് അറ്റ് ഗോഡ്സ് വിൽ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീൻസ് നമ്മുടെ പാണ്ഡുവിൻ്റെ എൽഡർ സണ്ണായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ അഭിപ്രായത്തിൽ ഐ വിൽ ഒബേ ബ്ലൈൻഡ്ലി ഓഫ് അങ്ങനെ യുധിഷ്ഠിര അവിടെ എത്തി ക്ഷണപ്രകാരം. അദ്ദേഹത്തിൻ്റെ ധർമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഹി വാസ് വെരി ഡ്യൂട്ടി ബൗണ്ടഡ്. ഓക്കെ, ഈവൻ ദോ ഹി ഈസ് അവെയർ ഓഫ് ഹിസ് സെൻസ് ഓഫ് ലോസ്, ഹി വാസ് പ്രസന്റ് ദർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗാംബ്ലിംഗ് ആണ്, ഒരു ഡൈസ് ഗെയിം എന്ന് പറഞ്ഞാൽ ഗാംബ്ലിംഗ്. ഓക്കെ, അവിടെ എത്തുകയും അദ്ദേഹം ഹി വാസ് പ്രസന്റ്. ആൻഡ് അവിടെ എത്തിയപ്പോഴാണ് ശരിക്ക് കളിക്കുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്ന ആളെന്ന് പറഞ്ഞത് നമ്മുടെ യഥാർത്ഥത്തിൽ പോയിന്റഡ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞത് ഇയാളായിരുന്നു, ദുര്യോധനായിരുന്നു. പക്ഷേ അവന് പകരമായിട്ട് പകിട കളിയിൽ ഒരുപാട് ഫേക്ക് കളിയൊക്കെ, പിന്നെ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കിടില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന, മീൻസ് ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു, ആളുകളെ പറ്റിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു ശകുനി എന്ന് പറയുന്നത്. ശകുനി യഥാർത്ഥത്തിൽ ചീറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ശകുനി ഒരുപാട് പകിടകൾ എറിയുകയും, ഓക്കെ, പകിടകളി കളിച്ചിട്ട് ഇദ്ദേഹത്തെ ഓരോന്നായിട്ട് ഇദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്യാണ്. ഓക്കെ, ആദ്യം ഇയാൾ
കളിച്ചത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹോഴ്സ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അതായത് നഷ്ടപ്പെടുന്നത് ആരുടേതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ യുധിഷ്ഠിരയോടാണ്. ആദ്യം ഹോഴ്സുകൾ നഷ്ടപ്പെട്ടു, ജ്വല്ലറി നഷ്ടപ്പെട്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ വെൽത്ത് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽസ്, റിങ്, വാച്ച്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഇയാൾ എന്ത് ചെയ്തു? യെസ്, ഹി കെപ്റ്റ് ഓൺ പ്ലേയിങ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൊത്തം വെൽത്ത് നഷ്ടപ്പെടുന്ന രീതിയിലെത്തി. ഓക്കെ, ഇനി നിനക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഇയാൾ ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഇയാൾ തിരിച്ച് അങ്ങനെ ആക്രോശിച്ചൊന്നും പറയുന്നില്ല, ഭയങ്കര ആംഗ്രി പറയുന്നില്ല. ബിക്കോസ് ഹി ഈസ് എ കാം ആൻഡ് ക്വയറ്റ് പേഴ്സൺ, വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പകിട കളിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വെൽത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇന്ദ്രപ്രസ്ഥ അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം പറയാണ്, നിന്റെ വീട്ടിൽ 4-5 ഇനി നീ കൂടെ 4 ബ്രദേഴ്സില്ലേ, ആ ബ്രദേഴ്സിനെയും കൂട്ടിക്കൊണ്ടുവരും, അവരെയും നഷ്ടപ്പെടുത്തുകയാണ്. മീൻസ് ഇനി അവർ സ്ലേവുകളായിട്ട്, ഇപ്പോൾ ദ്രൗപദിനെ കൊണ്ടുവരാണെങ്കിൽ അവരെ ഒരു സ്ലേവ് വുമണായിട്ട് അവിടെ ഇതാക്കും. ഓക്കെ, അപ്പോൾ കർണൊക്കെ ഉണ്ട് ആ ഒരു സ്റ്റേജിൽ. മനസ്സിലാക്കുക, ദ്രൗപദിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കാത്തു നിൽക്കുകയാണ്. ഇനി 4 ബ്രദേഴ്സും അവിടെ എത്തി, 4 ബ്രദേഴ്സിനെയും കൊണ്ടുവന്നു. ഓക്കെ, അവരെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം പറയാണ്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡു യു ഹാവ് എനിത്തിങ് ലെഫ്റ്റ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഈ ദുര്യോധനൻ. അതിന് യുധിഷ്ഠിര മറുപടി പറയുന്നത്, നോ, ഐ ഹാവ് എനിത്തിങ് ലെഫ്റ്റ്, ബട്ട് സംതിങ് ഈസ് ലെഫ്റ്റ്. നമ്മുടെ ഇയാൾ പറയാണ്, ദുര്യോധനൻ പറയാണ്, ദാറ്റ് ഐ നോ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വൈഫ് ഇൻ യുവർ ഹോം, ദ കോമൺ വൈഫ്സ്. ഓക്കെ, കോമൺ വൈഫ് ഈസ് ദ്രൗപദി, പ്ലീസ് ബ്രിങ് ഹെർ എന്ന് വളരെ ഇതിൽ, അതായത് ഇയാളോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ വൈഫിന് എന്ന് പറഞ്ഞാൽ ആ ഒരു വൈഫിനെയാണ് ഇനി ബെറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ കീപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈഫിനെ കൊണ്ടുവരാൻ നമ്മുടെ വിദുരനോട് ആവശ്യപ്പെട്ടു, അവരുടെ ചീഫ് കൗൺസിലറിനോട് മറ്റ് ആളെ അപ്പോയിൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആരെങ്കിലും പറഞ്ഞയച്ചുകൊണ്ട്. വിദുർ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് സമവായത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കൗൺസിലർ ആയതുകൊണ്ട് ഇത് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബോത്ത് ഓഫ് ദ ഫാമിലീസ്. ഓക്കെ, ബോത്ത് ഫാമിലീസ്. ധൃതരാഷ്ട്ര ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഓക്കെ, അയാൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഫോൾട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിനുള്ളിൽ അങ്ങനെ വേണ്ട എന്നുള്ള ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വോയിസ് പുറത്തു വരുന്നില്ല, ധൃതരാഷ്ട്രയുടെ. ഓക്കെ, ബ്ലൈൻഡ് ഫാദറിൻ്റെ. അപ്പോൾ അങ്ങനെ ഈ ദ്രൗപദിനെ കൊണ്ടുവരാൻ വേണ്ടി ദുശാസനോട് പറയാണ്, തൻ്റെ ബ്രദറായിട്ടുള്ള ദുര്യോധനൻ. ഓക്കെ, ദുശാസന ഇത് കേട്ടപാടെ തന്നെ ഓൾ ഓഫ് എ സഡൻ ഓടിപ്പോയിട്ട് ചാരിയറ്റിൻ്റെ ബാക്കിൽ അവൾ ആദ്യം വിസമ്മതിച്ചു. ആദ്യം അവൾ എന്ത് പണിയാണ് ചെയ്തത്, സ്വന്തം ഹസ്ബൻഡ് ഇങ്ങനെ ബെറ്റ് ചെയ്യേ, ഇതുവരെ ഞാനൊരു ക്വീൻ ലൈഫായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, എൻ്റെ പിതാവിൻ്റെ സ്ഥലത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ക്വീൻ ഈക്വൽ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സമാനമായിട്ട് ലൈഫ് ജീവിച്ച ആൾക്ക് എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് അധർപ്പതിക്കാൻ കഴിയും? നോ. അപ്പോൾ ഒരു പാട്രിയാർക്കിൻ്റെ ഒരു സിമ്പിൾ, അതായത് വൈഫുമാരെ സ്റ്റേക്ക് ചെയ്യുക എന്നുള്ള STAK. ഓക്കെ, അപ്പോൾ അതിലേക്ക് എങ്ങനെ, ഇതൊരു സ്ലേവറി അല്ലേ എന്നൊക്കെ അവൾ ചോദിച്ചിട്ട് അവളെ ഫോഴ്സ്ഫുള്ളി ഇയാൾ കൊണ്ടുവരാണ്. ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഈ ദുശാസനെ കൊണ്ടുവരാണ്, ദുശാസനം. അപ്പോൾ ദുശാസന അവളുടെ മുടിയൊക്കെ പിടിച്ചിട്ട് ആകെ ഡിഷവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബീറ്റ് ചെയ്യുന്നുണ്ട്, സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിച്ചിട്ട് നേരെ കൊണ്ടുവരികയാണ് ഈ ഒരു പാലസിലേക്ക്, അസംബ്ലി ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം ഇവളുടെ ഒരു മുഖഭാവം ഭയങ്കര, ഇവരെ 5 ആൾ മാറി മാറി നോക്കുന്നുണ്ട്. എന്ത് പണി ഞങ്ങൾ കാണിച്ചത്, നിങ്ങൾ എന്തിനാണ് സ്റ്റേക്ക് ചെയ്യാൻ നിന്നത് എന്നുള്ള ഭയങ്കര ആക്രോശം. ഓക്കെ, ഇവർക്ക് വെൽത്തൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇത്ര സങ്കടമില്ലായിരുന്നു, ഇത്ര കിങ്ഡം നഷ്ടപ്പെട്ടു ഈ പാണ്ഡവാസിന് സങ്കടമില്ലായിരുന്നു. മീൻസ് ഇവള് പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകൾ നല്ല മനസ്സിൽ പറ്റിയതുപോലെ തോന്നി. അതായത് ദ്രൗപദിനെ നഷ്ടപ്പെടാൻ പോവാണല്ലോ എന്നുള്ള ഒരു സങ്കടം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, ഒരു മാക്സിമം ഇൻസൾട്ട് ചെയ്യാണ്. കർണ അദ്ദേഹത്തോട് പറയാണ്, കർണ ദ്രൗപദിനോട് പറയാണ്, യു ആർ നോട്ട് എ ക്വീൻ അറ്റ് ഓൾ, ഇനി നീ ഒരു രാജ്ഞിയല്ല, യു ആർ എ സ്ലേവ്, യു ആർ അറ്റ് ദി ബെക്ക് ആൻഡ് കോൾ ഓഫ് അസ്, യു ആർ അറ്റ് ദ ബെക്ക് ആൻഡ് കോൾ ഓഫ് അസ്. അതായത് ഞങ്ങളുടെ വെളിപ്പുറത്താവും ഇനി നീ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വികർണ എന്ന് പറഞ്ഞ ആൾ മാത്രമായിരുന്നു. വികർണ എന്ന് പറഞ്ഞത്
നമ്മുടെ ഈ ദുര്യോധനൻ്റെ ബ്രദറായിരുന്നു. ഓക്കെ, ദുര്യോധനൻ്റെ ഒരു ബ്രദറിൻ്റെ പെട്ട ഒരാളാണ്. അദ്ദേഹം യങ് ആണ്, വെരി യങ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ശരിയല്ല, കാരണം ഒരു നമ്മളെ രണ്ട് ഫാമിലിക്കും ഇത് നഷ്ടമാണ്, ഒരു ഇൻസൾട്ടാണ്, ഇത് ശരിയല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയണം. കാരണം ഇവിടെ ഒരു കാരണമുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞത് ദ്രൗപദി ഈസ് ഇൻ സീസൺസ്. ഓക്കെ, ദ്രൗപദിയുടെ ഒരു മെൻസ്ട്രൽ പീരിയഡാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അവളെയാണോ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഓക്കെ, ആ ഒരു ചോദ്യമുണ്ട് വികരനുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഈ ഒരു മെൻസ്ട്രൽ പീരീഡിൽ ഇവരെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ആക്രോശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നത് എന്നുള്ള ടോക്കുകളൊക്കെ ഉണ്ട് സദസ്സിൽ. പക്ഷെ ആരുടെയും വോയിസ് പുറത്തു വരുന്നില്ല. ഓക്കെ, വോയിസ് പുറത്തു വരുന്നില്ല. ഷി വാസ് ട്രംബ്ലിങ് ലൈക്ക് എ ബനാന പ്ലാന്റ്. ഓക്കെ, ദ്രൗപദി അവരുടെ ഇടയിൽ വെച്ച് ഭയങ്കര ഈ ഒരു അല്ലേ, നമ്മുടെ വായൊക്കെ സ്റ്റോമിൽ ഇങ്ങനെ ഇളകിയതുപോലെ, വാഴൊക്കെ സ്റ്റോമിൽ ഇളകിയതുപോലെ, ഇളകുന്നത് പോലെ, ആ ഒരു കാറ്റത്ത് ഇളകുന്നത് പോലെ, ഷി വാസ് ട്രംബ്ലിങ് ലൈക്ക് എ ബനാന പ്ലാന്റ് ഇൻ ദ സ്റ്റോം. ഓക്കെ, അവളിങ്ങനെ ആടിക്കളിക്കുകയായിരുന്നു. മീൻസ് അവളാകെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. എല്ലാവരും ഇൻസൾട്ട് ചെയ്ത്, ഈ ഒരു കൗരവർ പ്രത്യേകിച്ച് ഇൻസൾട്ട് ചെയ്യാണ്. ഈ ഇൻസൾട്ടുകളുടെ രൂപം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ദുര്യോധനൻ അവളെ ഇവരോടൊക്കെ പറയുന്നുണ്ട്, കോൾ മീ എ കിങ്, കോൾ മീ എ കിങ്. ഓക്കെ, എന്നെ രാജാവെന്ന് വിളിക്കൂ, ദെൻ ഐ വിൽ ഫ്രീ യു, ഞാൻ നിന്നെ എന്ത് ചെയ്യാം, ഫ്രീ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുര്യോധനൻ മറ്റൊരു വാക്ക് പറയുന്നത് ഏറ്റവും ഇൻസൾട്ട്, എക്സ്ട്രീം ഇൻസൾട്ട്, സെക്ഷൽ ഇൻസൾട്ട് എന്ന് പറയാം. ഓക്കെ, പ്ലീസ് സിറ്റ് ഇൻ ദ തൈ. ഓക്കെ, ഇൻ മൈ തൈ, അല്ല സോറി, പ്ലീസ് സിറ്റ് ഓൺ മൈ തൈ, പ്ലീസ് സിറ്റ് ഓൺ മൈ തൈ, THIGH. ഓക്കെ, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇൻസൾട്ടായിരുന്നു, എൻ്റെ തൈമൽ എന്നെ സിറ്റ് ചെയ്യൂ എന്നുള്ള. അപ്പോൾ അത് ഭയങ്കര ഇൻടോളറബിൾ ആയിരുന്നു, ആർക്കും സഹിക്കാൻ കഴിയാത്ത. അപ്പം ഇവള് പറയുന്നുണ്ട്, ദ്രൗപദി പറയുന്നുണ്ട്, ഈ ഒരു സദസ്സിൽ ഇത്ര മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിലും, ഇത്ര ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും, ധൃതരാഷ്ട്രമുണ്ട്, വിതുറുണ്ട്, നിങ്ങളെ വോയിസ് എന്താണ് പുറത്തു വരാത്തത് എന്ന് ഭയങ്കര രീതിയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താണോ, ഡഫാണോ, ഡംബാണോ, നിങ്ങൾ ചെവി കേൾക്കുന്നില്ലേ, നിങ്ങൾ കണ്ണ് കാണുന്നില്ലേ, ഡോണ്ട് യു സീ ദീസ് തിങ്സ്, യുവർ ഡോട്ടർ ഇൻ ലോ, അല്ലേ, ഒരു മരുമകൾക്ക് സമാനമായിട്ടുള്ള ഒരാളെയാണ് ഇങ്ങനെയൊക്കെ ആക്രോശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, പക്ഷേ ആരുടെയും വോയിസ് പുറത്തു വരുന്നില്ല. ഓക്കെ, അവൾ ഭയങ്കര രീതിയിൽ ആക്രോശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിനെയും, മീൻസ് ഇപ്പോൾ ധൃതരാഷ്ട്രയെയും ആക്രോശിക്കുന്നുണ്ട്. എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ആക്രോശിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവളെ നല്ല മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യാണ് ദുര്യോധനും അതുപോലെ തന്നെ ശകുനിയും എല്ലാവരും കൂടി. ഓക്കെ, ആ ഒരു സമയത്ത് ഭീമ പറയുന്നുണ്ട്. ഓക്കെ, ഭീമ ഏറ്റവും ശക്തിമായിട്ട് ഒരാളാണ്. നമ്മൾ തമ്മിൽ യുദ്ധം വരും, കുരുക്ഷേത്രവാറാണ് ഉദ്ദേശിച്ചത്. യുദ്ധത്തിൽ ഐ വിൽ ടിയർ യുവർ തൈ ഇൻ ടു പീസസ്. ദുര്യോധനനും ദുശാസനനും ഒരേ സ്വരത്തിൽ പറയാണ്, ഐ വിൽ കട്ട് യുവർ തൈ ഇൻ ടു പീസസ്. നിങ്ങളുടെ തൈ എന്ത് ചെയ്യും, ഞാൻ പീസായിട്ട്, ഞാൻ കല്ലുകൊണ്ട്, ഒരു പെബിൾസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ സ്ക്വാഷ് ഇറ്റ്. ഓക്കെ, ഞാനത് സ്ക്വാഷ് ചെയ്യുമെന്ന് പറയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ദ്രൗപദി ഈ ദുശാസനോട് പറയുന്നുണ്ട്, നീ എൻ്റെ മുടി ഇപ്പോൾ ഇങ്ങനെ വലിക്കുന്നുണ്ട്, യു ആർ നൗ ഡ്രാഗിങ് മൈ ഹെയർ. പക്ഷേ അറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, യുദ്ധത്തിൻ്റെ സമയത്തോ ഐ വിൽ സോക്ക് മൈ ഹെയർസ് ഇൻ യുവർ ബ്ലഡ്. ഓക്കെ, ഞാൻ എൻ്റെ എൻ്റെ അറ്റുപോയ മുടികൾ കഴുകൽ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടല്ല, വാട്ടർ ഉപയോഗിച്ചിട്ടല്ല, നിൻ്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ടായിരിക്കും. മീൻസ് നിൻ്റെ ബ്ലഡ് ഞാൻ ഒഴുക്കുമെന്നുള്ള, ഐ വിൽ ലൂസ് യുവർ ബ്ലഡ്. ഓക്കെ, ഒഴുക്കുമെന്നുള്ള ആ ഒരു രീതിയിൽ ദുശാസനോടും ദുര്യോധനോടും നല്ല പ്രതികാരദാഹം എന്നോളം, റിറ്റാലിയേഷൻ എന്നോളം ദ്രൗപദിയും പറയുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് കർണ പറയുന്നു, നീ എന്നെ അന്ന് ഇൻസൾട്ട് ചെയ്തില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് കർണ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് ഇൻസൾട്ടിങ് റിമാർക്കുകളാണ്. എന്നെ അന്ന് സൂതപുത്രൻ എന്ന് വിളിച്ചു, അതിലും നീ ഇപ്പം എന്താണ് ഭയങ്കര ലോ ആണ്. ഓക്കെ, നീ ലോ കാസ്റ്റ് അല്ല, നീ അതിലും അൺടച്ചബിൾ, അല്ലെങ്കിൽ നീ ഏറ്റവും നീചമായിട്ടുള്ള ഒരാളാണെന്ന് പറയാണ് കർണൻ. ഓക്കെ, കർണന് അദ്ദേഹത്തിൻ്റെ ബർത്തിൻ്റെ ഇതൊന്നും അറിയില്ല, സീക്രട്ടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡൈസിങ് ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ വുമൺ സപ്രഷൻ, ഷീസ് ഇൻ സീസൺസ്. ഓക്കെ, ഷീസ് ഹാവിങ് മെൻസ്ട്രൽ സൈക്കിൾ. ആ ഒരു സമയത്താണ് ഇവരെ ട്രാക്ക് ചെയ്ത് മുടിയൊക്കെ വലിച്ച് കൊണ്ടുവന്നത്. ഇനി അടുത്തൊരു ശ്രമം എന്ന് പറയുന്നത്, കൗരവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്, ശകുനിയുടെയും അതുപോലെ ദുര്യോധനൻ്റെയും ശ്രമം എന്ന് പറയുന്നത് ടു അൺറോബ് ഹെർ ഡ്രസ്, ടു അൺഡ്രസ് ഹെർ. ഓക്കെ, ഡ്രസ്സ് പൂർണ്ണമായിട്ടും അവളെ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ഡ്രസ്സിലാക്കാൻ വേണ്ടി ഇവരോട് സദസ്സിലുള്ളവരോട് ആജ്ഞാപിക്കണം. ഇപ്പോഴും അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡ് തന്നെയല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫാമിലിയിൽ നടക്കുന്ന ഇത്തരം നീചമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്തരം നീചമായിട്ടുള്ള കാര്യങ്ങളെ എതിർക്കാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ദ്രൗപദി. ഓക്കെ, ഒരു സിംഗിൾ വോയിസിൽ അവളിങ്ങനെ ഒരു വുമൻ്റെ ഒരു സപ്രസ്ഡ് വോയിസിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ, റോൾ ഓഫ് വുമൺ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കും നോ വൺ റിപ്ലൈസ്, ആർക്കും മറുപടി ഇല്ല. ദുര്യോധനെയും ശകുനിനെയും പേടിച്ചുകൊണ്ട്, അവരുടെ ക്ലവർ ട്രിക്സിനെ പേടിച്ചുകൊണ്ട് ആർക്കും മറുപടി ഇല്ല. ഇനി അവളെ സിംഗിൾ ക്ലോത്തിൽ വെക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നിർത്തുകയും പിന്നീട് ദുര്യോധനൻ പറയാണ്, ഓക്കെ, ടു അൺറോബ് ദ സാരി. ഓക്കെ, സാരി റിമൂവ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഈ ഒരു സമയത്ത് ഇവള് 3 പ്രാവശ്യം കൃഷ്ണ 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 പ്ലീസ് സേവ് മീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൃഷ്ണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്. കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ കുന്തി ദേവിയുടെ നെഫ്യൂ ആണ്. ഓക്കെ, സഹോദരി പുത്രനാണ്, സഹോദരി പുത്രനാണ്, ഈക്വൽ ടു ഗോഡ്ലി ക്യാരക്ടേഴ്സ് ഉള്ള. അപ്പോൾ അങ്ങനെ ഒരു അവതാരമായിട്ട് അവിടെ വരികയും കൃഷ്ണ ഈ ഒരു സാരി ഇങ്ങനെ ദുശാസനം ഇങ്ങനെ അയക്കുന്തോറും ഈ സാരികളുടെ ഫോൾട്ടുകൾ കൂടിക്കൂടി വരികയാണ്. മീൻസ് 1000 ടൈംസ് ഇയാളിങ്ങനെ സാരി അൺറോബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 1000 ടൈംസ് ഇതിങ്ങനെ കൂടിക്കൊണ്ടേ നിന്നു. മീൻസ് സാരി റിമൂവ് ആയില്ല എന്നുള്ള ഒരു മീനിങ്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു സഹായം, ദൈവത്തിൻ്റെ ഒരു കൈ അവിടെ വരികയാണ്. അവർ ഈ ഒരു കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഈ ആ ഒരു സന്ദർഭത്തിൽ അവൾ സേവ് ആവുകയാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുകയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് ഇവർ ഭയങ്കര എക്സോസ്റ്റഡ് ആയി, ദുശാസനയും ദുര്യോധനനെയും. കാരണം അവരുടെ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ല, എന്തോ ഒരു ഡിവൈൻ പവർ അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, കൃഷ്ണയായിരുന്നു അവരെ ആ ഒരു സമയത്ത് അവരെ രക്ഷിച്ചിരുന്നത്. ഓക്കെ, ഇനിയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പുറത്ത് ഭയങ്കര ഇൽ ഒമെൻസ് ഉണ്ട്. ILL OMENS, അശുഭ സൂചനകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജാക്കൽസിൻ്റെ ക്രൈ ആയിരുന്നു, കുറുക്കന്മാർ ഓരിയിടുന്ന ഒരു ശബ്ദം, അതൊരു അശുഭ സൂചനയായിട്ട് കണക്കാക്കിയിരുന്നു. ഓക്കെ, രണ്ടാമത്തത് ടെറിബിൾ ആനിമൽസ് ഭയങ്കരമായിട്ട് ക്രീക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് വോയിസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്താണ് ഈ ഒരു സമയത്താണ് ഗാന്ധാരി ഇടപെടുന്നത്. ഓക്കെ, ഒരു ക്രൂഷ്യൽ ടൈമിൽ ഗാന്ധാരി എന്ന് പറയാണ്, ധൃതരാഷ്ട്ര, ഹസ്ബൻഡ്, ഓക്കെ, മിസ്റ്റർ ഹസ്ബൻഡ്, വൈ ആർ യു നോട്ട് റെസ്പോണ്ടിങ്? ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത്? ടു ദി ഓൾ stubborn things that our son makes, okay, or the nonsense things you are obeying. Okay, മകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പാടിയും നിങ്ങൾ അനുസരിക്കലാണോ? ഇവിടെ ഇല്ലൊമൻസ് ഒക്കെ കേൾക്കുന്നുണ്ട്. മീൻസ് പുറത്ത് അശരീരികളുണ്ട്. ആ ശരികൾ എന്ന് പറഞ്ഞത് കുറുക്കൻ ഓരിയിടുന്നുണ്ട്, നമ്മുടെ തകർച്ചയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ അവൾക്ക് ബൂണ് കൊടുത്തോളി, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും, എൽസ് അവർ ലൈഫ് വിൽ ബി ഇൻ ഡേഞ്ചർ എന്ന് പറയാണ് ആര്, ഗാന്ധാരി, ഹസ്ബൻഡായിട്ടുള്ള ധൃതരാഷ്ട്രനോട്. അപ്പോൾ ധൃതരാഷ്ട്രക്ക് കാര്യം മനസ്സിലായി. ധൃതരാഷ്ട്ര നേരെ എന്ത് ബൂണാണ്, വാട്ട് ബൂൺ ഡു യു വാണ്ട് എന്ന് ഈ ഒരു കൃഷ്ണൻ്റെ സഹായത്തോടു കൂടി സാരിയൊക്കെ പിന്നീട് അണിഞ്ഞ ഈ നമ്മുടെ ദ്രൗപദിനോട് ചോദിക്കുകയാണ്.
അപ്പോൾ ദ്രൗപദി മറുപടി പറയുന്നത്, എനിക്ക് 3 ബൂൺസ് ഒന്നും വേണ്ട. ഓക്കെ, 3 ബൂൺസ് അഹങ്കാരമാവും. ഓക്കെ, ഇറ്റ് വിൽ ബി ഗ്രീഡി, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഗ്രീഡ്. ഐ ഓൺലി നീഡ് 2 ബൂൺസ്. ഫസ്റ്റ് ബൂൺ എന്ന് പറഞ്ഞത്, ദ ഫസ്റ്റ് ബൂൺ വാസ് ടു ഫ്രീ അവർ ഹസ്ബൻഡ്സ്. ഓക്കെ, അവിടെ ഒരു കോമൺ വൈഫ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഹസ്ബൻഡ്സ്മാരെയും എന്ത് ചെയ്യാം, ഫ്രീ ചെയ്യാം ഫ്രം യുവർ ബോണ്ടേജ്, നിങ്ങളുടെ സ്ലേവറിൽ നിന്ന്. സെക്കൻഡ് ബൂൺ എന്ന് പറയുന്നത് ടു റിട്ടേൺ ഓൾ ദ വെൽത്ത് വി ഹാവ് ലോസ്റ്റ്. ഓക്കെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ വെൽത്തുകളും എല്ലാ സമ്പത്തുകളും നിങ്ങൾ തിരികെ തരിക എന്നുള്ളത്. ഓക്കെ, തേർഡ് ബൂൺ ഐ ആം നോട്ട് സെയിങ് ബിക്കോസ് ഇറ്റ് വിൽ ബി എ ഗ്രീഡി തിങ്. ഓക്കെ, അങ്ങനെ ബൂൺസ്, മൂന്നാമത്തെ ബൂൺ അവർക്ക് വേണ്ട, കാരണം ഓൾറെഡി. സോ അവരങ്ങനെ ഒന്നാമത്തെ ഗെയിം കഴിഞ്ഞിട്ട് അവർ നല്ല സങ്കടത്തോടു കൂടി അവർ തിരിച്ചു പോവാണ്. ഓക്കെ, പക്ഷേ തിരിച്ചു പോയി അവർ വീട്ടിൽ എത്തിയില്ല. ഓക്കെ, വീട്ടിലെത്തിയില്ല. അതിന് മുന്നേ തന്നെ ശകുനിയോട് ദുര്യോധനൻ പറയാണ്, അല്ല അവർ പിന്നെ നമുക്കൊരു ട്രിക്ക് പ്രയോഗിക്കാം, അവരെ തിരികെ വിളിക്കാം. ഓക്കെ, ശകുനിയെയും അതുപോലെ തന്നെ നമ്മുടെ ദുര്യോധനൻ്റെ ഫാദറായിട്ടുള്ള ധൃതരാഷ്ട്രയെ മുൻനിർത്തി പറയാണ്, അവർ റിവെഞ്ച് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നവരാണ്, അവർ ഒളിയുദ്ധം ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ദ്രൗപദിനോട് ചെയ്ത എല്ലാത്തിനും അവർ റിവെഞ്ച് ചോദിക്കും. ദേ വിൽ ഷുവർലി സീക്ക് റിവെഞ്ച് എന്നവർ പറയാണ്. അപ്പോൾ അങ്ങനെ അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണ്. ധൃതരാഷ്ട്ര ഇതും കേട്ടു. ഓക്കെ, അവരുടെ സജഷൻ, ദുര്യോധനൻ പറയുന്ന വാക്കുകൾ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിൽ എന്ത് ചെയ്തു, അവർ കേൾക്കുകയും നേരെ അവരെ തിരിച്ചു വിളിച്ചു. ദേ റിട്ടേൺഡ് ഓൾ ഓഫ് എ സഡൻ. ഓക്കെ, അപ്പോൾ ഇയാൾ പറയാണ്, ആര്, ഭീമ അർജുനൊക്കെ പറയാണ്, നെവർ റിട്ടേൺ, നെവർ റിട്ടേൺ. ദ്രൗപദിയും പറഞ്ഞു, നെവർ റിട്ടേൺ, നെവർ റിട്ടേൺ, വി ഹാവ് സഫേർഡ് എ ലോട്ട്. പക്ഷേ ഇത്രയൊക്കെ പഠിച്ചിട്ടും നമ്മുടെ യുധിഷ്ഠിര പറയാണ്, നോ ഐ വിൽ നോട്ട്, ബിക്കോസ് അവർ ഫാമിലി പാട്രിയാർക്ക്, ഐ കാൺ ഡിസൊബേ അവർ ഫാമിലി പാട്രിയാർക്ക്. ഓക്കെ, അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഫാമിലി പാട്രിയാർക്ക് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ പോവാണ്. ഐ ആം ഒബ്ലൈസ്ഡ് ടു ഡു മൈ ലോ, ധർമ്മ. ഓക്കെ, എൻ്റെ കടമ അതാണ്. ഓക്കെ, റെസ്റ്റ് വിത്ത് ഗോഡ് വിൽ സീ ദാറ്റ്. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അസംബ്ലി ഹാളിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതാണ് സെക്കൻഡ് ഗെയിം ഓഫ് ഡൈസ് എന്ന് പറഞ്ഞത്. ഗെയിം ഓഫ് ഡൈസിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ച, കണ്ടിന്യൂറ്റി, സീക്വൽ ടു ഗെയിം ഓഫ് ഡൈസ് അസംബ്ലി ഹാളിൽ. അപ്പോൾ അങ്ങനെ പിന്നീട് ആ ഒരു കാര്യങ്ങൾ നേരത്തെ നഷ്ടപ്പെട്ടതുപോലെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഓക്കെ, നേരത്തെ റീസ്റ്റോർ ചെയ്ത് എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. വെൽത്തും അതുപോലെ നേരത്തെ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. ദ്രൗപദി, അങ്ങനെ ഒരു ഇൻസൾട്ടൊന്നുമില്ല. പക്ഷേ ഇവർ പിന്നെ വീണ്ടും മടങ്ങുകയാണ്. ഇവർ നേരെ കാണ്ഡപ്രസ്ഥത്തിലേക്ക് ഭയങ്കര എല്ലാം നഷ്ടപ്പെട്ട പോലെ അവർ മടങ്ങുകയാണ്. ഇവർക്കൊരു ഒരു ശിക്ഷയുണ്ട്, പണിഷ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ യു വിൽ ഗോ 12 years ഇൻ എക്സൈൽ. 12 വർഷം ഇവിടെ കാണാൻ പാടില്ല. ഓക്കെ, 12 years ഇൻ എക്സൈൽ, നാട് കടത്താണ്. ആൻഡ് 1 year ഇൻ ഇൻകോഗ്നിറ്റോ, ഇൻ ഹൈഡിങ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ 13 year എക്സൈലാണ്. 13 വർഷം അവരെ നാട് കടത്താണ്, ദൂരെ ഏതെങ്കിലും വനങ്ങളിൽ പോയിട്ട് ജീവിക്കാൻ വേണ്ടി പറയാണ്. ഷുവർലി ദ തേഴ്സ്റ്റ് ഫോർ റിവെഞ്ച്. ഓക്കെ, ഇതിനുള്ള ദാഹം, അവരുടെ അടങ്ങാത്ത ദാഹം, അതായത് ഇവരോട് പ്രതികാരം ചെയ്യുന്ന ദാഹം യുധിഷ്ഠിരയും എല്ലാവരിലും ഉണ്ട്. അങ്ങനെ അവർ മടങ്ങുകയാണ്. ആ മടങ്ങുന്നതിൻ്റെ ഒരു പിക്ചർ, അതായത് ദെയർ ഡിപ്പാർച്ചർ ഫ്രം അസംബ്ലി ഹാൾ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു ദ്രൗപദി, അവരുടെ മുടിയൊക്കെ ആകെ ഡിസോർഡർ ആയിട്ടുള്ള രൂപത്തിൽ അവളിങ്ങനെ ടിയർ ചെയ്യുന്നുണ്ട്. ചില മുടികളൊക്കെ ഇങ്ങനെ പരിഞ്ഞു പോരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണൊക്കെ എടുത്തുകൊണ്ട് ഫേസിൽ ഉരക്കുന്നുണ്ട്. അതുപോലെ സാൻഡുകൾ എടുത്തുകൊണ്ട് പല ആളുകളും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, നകുൽ സഹദേവ് ഇവരൊക്കെ സാൻഡുകൾ എടുത്തുകൊണ്ടൊക്കെ ഫേസിൽ തേക്കുന്നുണ്ട്. അവർ ആകെ ഡിസോർഡറായിട്ട് അവർ പോവുകയാണ്. ഭയങ്കര ഒരു കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവർ പോവുകയാണ്. അങ്ങനെ അവർ ഭയങ്കര സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, അവരുടെ ഒരു ഘോരമായിട്ടുള്ള വനത്തിലേക്ക് അവർ മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങുന്നതിൻ്റെ ആ ഒരു ഡിപ്പാർച്ചർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കലുണ്ട്. സോ അതിൽ ധൗമ്യ എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റ് ഉണ്ട്. ആ പ്രീസ്റ്റിൻ്റെ കയ്യിൽ കുശാഗ്രാസ് ഒക്കെ ഉണ്ട്. കുശാഗ്രാസ് കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ആകെ കേഴ്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കേഴ്സ് ചെയ്യാണ്. എല്ലാവരും അവരെ കേഴ്സ് ചെയ്തിട്ട് ഡേർട്ടി ലുക്കിൽ അതിലാണ് അവർ പോകുന്നത്. മീൻസ് എല്ലാം നഷ്ടപ്പെട്ട, ഓൾ ഹാവ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നുള്ള ആ ഒരു ഇതോടുകൂടി, സെൻസ് ഓഫ് ലോസിലോട് കൂടി അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, എന്തായാലും അവരുടെ ഉള്ളിൽ പ്രതികാരദാഹമുണ്ട്. അവർ 13 വർഷത്തിന് ശേഷം
13 years എക്സൈലാണ്, EXILE, അതാണ് പണിഷ്മെന്റ്. അതായിരുന്നു സ്റ്റേക്ക്, STAKE. ഓക്കെ, അതും ധൃതരാഷ്ട്ര അംഗീകരിച്ചു ഈ ഒരു ദുര്യോധനന്റെ ആ ഒരു ഇത്. ഓക്കെ, ദുര്യോധന് മെയിനായിട്ടുള്ളത് അവരോട് ആ ഒരു ഇൻസൾട്ടിങ് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. മീൻസ് മായാപാലസിൽ നിന്നുള്ള ഇൻസൾട്ട്, ദ ബ്ലൈൻഡ് സൺ ഓഫ് എ ബ്ലൈൻഡ് ഫാദർ എന്നുള്ള. ഇനി നമ്മൾ നേരെ അവർ യുദ്ധത്തിലേക്ക്, കുരുക്ഷേത്ര യുദ്ധം, ഓക്കെ, കുരുക്ഷേത്ര വാർ എങ്ങനെ നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട്. ഓക്കെ, യുദ്ധം അവർ അറിഞ്ഞുകൊണ്ടാണ്, അതിനൊരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു വാറിൻ്റെ മുന്നേ. പിന്നെ മുന്നോടിയായിട്ട് അവർ കൃഷ്ണ ഇടപെടാണ്. കൃഷ്ണ വന്നിട്ട് ഇപ്പോൾ ദുര്യോധന കൂടെ, അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞത് കൂടെ കർണനുണ്ട്. ഓക്കെ, കർണ ഭയങ്കര ആർച്ചറിയിൽ അർജുനനെ വെല്ലുന്ന ഒരാളാണ്. അർജുന ഈക്വൽ ആയിട്ടുള്ള ഒരാളാണ്. സോ കർണനെ മാക്സിമം ഇദ്ദേഹം പറഞ്ഞിട്ട് ഒരിക്കൽ ഈ നമ്മുടെ കൃഷ്ണ എന്ന് പറഞ്ഞത് പാണ്ഡവാസിനെ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷേ ഇരു ഇതിലും ഒരു മീഡിയേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഗോഡ്ലി ഫിഗർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, കൃഷ്ണ അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ് ഈ ഒരു നമ്മുടെ കർണനോട് പറയാണ്, നിന്റെ ലീനിയേജ് എന്നുള്ളത് നീ കരുതുന്ന പോലെ അതിരഥയുടെയും രാധയുടെയും പുത്രനല്ല. നീ കിങ്ലി ലീനിയേജ് ആണ്. നീ എന്ത് ചെയ്യണം? നീ യുദ്ധത്തിൽ നിന്നും പിന്മാറണം. കാരണം നീ വധിക്കാൻ പോകുന്നത് നിന്റെ സ്വന്തം ബ്രദേഴ്സിനെയാണ്. ഓക്കെ, സ്വന്തം മദറിനെയാണ്. സോ നീ യുദ്ധത്തിൽ നിന്നും പിന്മാറണം. ഓക്കെ, യു മസ്റ്റ് ഗെറ്റ് അവേ ഫ്രം വാർ അറ്റ് എനി കോസ്റ്റ്. അല്ലെങ്കിൽ നീ യുദ്ധത്തിൽ പിന്മാറണം എന്നതിലുപരി നീ എന്ത് ചെയ്യണം? യു മസ്റ്റ് ജോയിൻ പാണ്ഡവാസ്, നോട്ട് കൗരവാസ്. നീ എന്ത് ചെയ്യണം? പാണ്ഡവരുടെ കൂടെ കൂടണം. കാരണം പാണ്ഡവ ബ്രദറാണ് നീ. അയാൾ ആകെ അത്ഭുതപ്പെട്ടു. കണ്ണ വാസ് amazed, he was spellbound. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഐ കാണ്ട് ഗെറ്റ് അവേ ഫ്രം മൈ ഡ്യൂട്ടി, മൈ ധർമ്മ, because I kept a promise. I hold a promise to Duryodhana, because Duryodhana was in every miseries with me. Okay, Duryodhana was with me in every miseries, in every up and downs. അല്ലേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെ കൂട്ടിയ ഒരാളാണ്. എന്നെ എല്ലാവരും അവഗണിച്ചപ്പോൾ, ഓൾ ഡിസ്റ്റൻസ്ഡ് മീ. ഓക്കെ, എല്ലാവരും എന്നിൽ നിന്നും അകന്നു നിന്നപ്പോൾ ഹി വാസ് ദ ഓൺലി പേഴ്സൺ ടു ജോയിൻ മീ, ടു ഹെൽപ്പ് മീ. ഓക്കെ, ടു മേക്ക് മീ ദ കിങ് ഓഫ് അങ്ക. ഓക്കെ, അങ്ക സാമ്രാജ്യത്തിലെ കിങ് ആക്കാൻ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഐ കാണ്ട് ഗെറ്റ് അവേ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നിന്റെ ബ്രദേഴ്സിൻ്റെ കൂടെ കൂടിയാൽ നീയും അർജുനനാണെങ്കിൽ വേൾഡ് തന്നെ ഷെയ്ക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം പരമാവധി പ്രേരിപ്പിച്ചു. കൃഷ്ണ പ്രേരിപ്പിച്ചു, ഗോഡ്ലി ഫിഗർ ആയിട്ടുള്ള. പക്ഷേ അദ്ദേഹം ഹി വാസ് നോട്ട് റെഡി. ഈ ഒരു കാര്യം നമ്മുടെ ഇയാളോട് കുന്തി ദേവിയോട് പറയാണ്. ഓക്കെ, കുന്തി ദേവിയുടെ സിസ്റ്ററുടെ മകനാണ് ശരിക്ക് ഈ ഒരു കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ കുന്തി ദേവിയുടെ കാര്യം പറയാണ്, ഞാൻ കുറേ പറഞ്ഞു നോക്കി, ഒരു ഇതുമില്ല, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ, ഒരു മാറ്റമില്ല, നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കുന്തിദേവി ഒരിക്കൽ നദീതീരത്ത് ഇവരെ രണ്ടുപേരെയും ഹാജരാക്കി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കുന്തിദേവി കുറച്ചൊക്കെ ഇമോഷണലായി. ഓക്കെ, കർണയും കുറച്ച് ഇമോഷണലായി. പക്ഷേ കർണ പറയാണ് കുറച്ച് കഴിഞ്ഞ ശേഷം, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? വേർ യു അൺടിൽ നൗ? നിങ്ങൾക്കൊരു ദുരിതമുണ്ടായപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? ഓക്കെ, വേർ യു എന്ന് ചോദിക്കുകയാണ്. അറ്റ് എ ടൈം ഓഫ് ഡിസ്ട്രെസ്. ഓക്കെ, വാട്ട് ബ്രോട്ട് യു ഹിയർ? ഓക്കെ, അപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? ഇതുവരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഒരു എമർജൻസി, ഒരു ക്രൂഷ്യൽ ഇതിൽ മാത്രം എന്നെ അപ്രോച്ച് ചെയ്യുക, അതും നിങ്ങളുടെ സ്വന്തം മകൻ. ഓക്കെ, നിങ്ങളുടെ മകനായിട്ടുള്ള എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലം തിരിഞ്ഞു നോക്കിയില്ല? ഓക്കെ, ഒരു ആവശ്യം വന്നപ്പോൾ, ഒരു അത്യാവശ്യം വന്നപ്പം, at the time of danger only you came here. So I can't obey you എന്ന് പറയാണ്. I can't obey you means I am honestly disobeying you. ഓക്കെ, ഭയങ്കര ഒരു എതിർപ്പ് പറയല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. ബിക്കോസ് ഐ ഹാവ് എ പ്രോമിസ് ടു മിസ്റ്റർ ദുര്യോധനൻ, ഈവൻ ദോ ഹി ഈസ് away from me. Okay, he is my distance relative, you are my close relative, but I can't get away. Okay, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ പറ്റിക്കുന്നത് പോലെ ആവും എന്ന് പറയാണ്. അതുപോലെ തന്നെ കൃഷ്ണനോടും ഇദ്ദേഹം പറഞ്ഞിരുന്നു,
അഥവാ ഞാൻ പാണ്ഡവരിൽ ജോയിൻ ആയി എന്നിട്ട് മറ്റുള്ളവരെ തോൽപ്പിക്കുകയാണെങ്കിൽ ദുര്യോധനന് ബാക്കിയാവുകയാണെങ്കിൽ ദുര്യോധനന് എൻ്റെ ഒരു സ്നേഹം കൊണ്ട് ഞാൻ ദുര്യോധനന് ആ ഒരു കിങ്ഡം കൊടുക്കും. പിന്നെ ദുര്യോധനൻ എന്ത് ചെയ്യും? പാണ്ഡവരെ വധിക്കും എന്ന് പറയാണ്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട, ഞാനൊരു കാര്യം ഉറപ്പ് തരാം എന്ന് വളരെ ലീനിയൻ്റ് ആയിട്ട് മദറിനോട് പറയാണ്. എന്തായാലും വാറിൽ നിങ്ങൾക്ക് 5 മക്കളുണ്ടാവും, മീൻസ് 5 മക്കൾ അവശേഷിക്കും. ഓക്കെ, ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ അർജുന അല്ലെങ്കിൽ ഞാൻ എന്നാണ്. ഓക്കെ, കാരണം ദുര്യോധനന് വധിക്കാൻ ഏറ്റവും അംബീഷൻ എന്ന് പറഞ്ഞത് അർജുനനെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മകനായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അർജുനൻ ഉണ്ടാവും, രണ്ടാൾ കൂടി ഉണ്ടാവില്ല. എങ്ങനെയായാലും യു വിൽ ഹാവ് 5 സൺസ്. ഓക്കെ, യു വിൽ ഹാവ് 5 സൺസ്, യുധിഷ്ഠിര, ഭീമ, അർജുന, നകുൽ, സഹദേവ്. ഇതിൽ അർജുനൻ പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പോയാൽ നിങ്ങൾക്ക് അർജുനൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഒരു ഷുവറിറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും കൂടി അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല, ഔട്ട് ഓഫ് ധർമ്മ. അപ്പോൾ ഇതിലൊരു ഫെയ്റ്റ് എന്ന് പറഞ്ഞത്, അതായത് ഫെയ്റ്റ് ഡെസ്റ്റിനി നമ്മളെ ഡിഫറൻസ് നമ്മൾ മുന്നത്തെ ഇതിൽ പറഞ്ഞിരുന്നു, ഈ ഒരു കഴിഞ്ഞ എക്സാമിൻ്റെ ആ ഒരു ഇതിൽ. അപ്പോൾ അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഫെയ്റ്റും ഡെസ്റ്റിനിയും ചോദിച്ചാലും പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ആദ്യം അതിൽ തമ്മിലുള്ള ഡിഫറൻസ് എഴുതിയിട്ട് ഇതെങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ അപ്ലിക്കബിൾ ആവുന്നത് ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല. അപ്പോൾ ഇവിടെ കൃഷ്ണ പറയുന്നുണ്ട്, എനിക്കറിയാം, ഐ നോ ദാറ്റ് ദ ഡിഫീറ്റ് ഓഫ് കൗരവാസ് ഈസ് എസെൻഷ്യൽ. ഓക്കെ, കൗരവർ എന്തായാലും പരാജയപ്പെടും ബിക്കോസ് ഓഫ് ദെയർ, അതാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞത്. ഓക്കെ, അവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറഞ്ഞത് അതാണ്. ഓക്കെ, അതുകൊണ്ട് അവരുടെ പരാജയം ദൈവം ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അവരുടെ പരാജയം ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആണ്, നമുക്കത് മാറ്റാൻ കഴിയൂല എന്നാണ് കൃഷ്ണ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഡ്യൂട്ടി ആണല്ലോ അങ്ങനെ പറഞ്ഞ് ഇയാളെ കർണ വധിക്കാൻ കൊല്ലപ്പെടാൻ പോവാണെന്ന് എനിക്കറിയാം. പക്ഷേ പിന്നെ എൻ്റെ